കൂടുതൽ എന്റെ എല്ലാ കാര്യം നടന്നേക്കുന്നത് ഹോപ്പോണോപ്പോണോയിലാണ്. ജോലിയുടെ ഇത് മെയിൻ ആയിട്ട് ഞാനത് ഹോപ്പോണോപ്പോണോ എഴുതി. ഞാൻ 108 തവണ ഞാൻ എഴുതുക ചെയ്തത്. ആ. തേർഡ് ഡേ ആണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്ക് കിട്ടിയിട്ട് ഞാൻ കുറേ പേരോട് പറഞ്ഞിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ പിന്നെ കല്യാണത്തിന്റെ കാര്യങ്ങള്, ഉം. പിന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, മെയിൻ ആയിട്ട് വീടിന്റെ ഒരു ജപ്തിയുടെ ഒരു പ്രശ്നം വന്നിട്ട് അന്ന് പോലും ഞാനിങ്ങനെ ഹോപ്പണോപ്പണോ ചെയ്തിട്ട് എല്ലാം ശരിയായത്. ആ. അപ്പം എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കൂടി ഇപ്പൊ ചെറിയ വഴക്കൊക്കെ ആരെങ്കിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഹോപ്പണോപ്പണോ എഴുതും. അത് ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഹോപ്നോബ്നോ അല്ലെങ്കിൽ ഹോപ്നോബ്നോ ടെക്നിക്ക് എങ്ങനെ അഡ്വാൻസ്ഡ് ലെവലിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ലൈവ് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഏകദേശം ഒരു മാസമായി ഫ്രീ ആയിട്ടുള്ള ലൈവ് കണ്ടക്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ക്ലാസ്സുകളും പിന്നെ മറ്റ് കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുള്ള ഒരു തിരക്കിലായിരുന്നു. ഇനിയുള്ള എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ വീക്കിലി ഒരു 3 തവണയെങ്കിലും ഫ്രീ ആയിട്ടുള്ള ലൈവ് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അന്നേരം നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന 28 ദിവസങ്ങളിൽ നമ്മളെ സൗജന്യ ക്ലാസ്സിൻ്റെ രീതി പലരും പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതായത് അതിൻ്റെ രീതിയെക്കുറിച്ച് ഒന്നും കൂടി സ്ട്രക്ചറായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതുവരെ പലരും നമ്മളെ സൗജന്യ 365 ദിവസം ദൈർഘ്യമുള്ള സൗജന്യ ക്ലാസ് ഇതുവരെ പുതുതായിട്ട് ആരാ അറ്റൻഡ് ചെയ്യുന്നവർ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതുതായി അറ്റൻഡ് ചെയ്യുന്നവരാണ്. ഓക്കെ ഓക്കെ നമ്മുടെ സൗജന്യ ക്ലാസ് എന്ന് പറയുന്നത് പൂർണ്ണമായും വാട്സപ്പ്, യൂട്യൂബ് വഴിയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഞായറാഴ്ചകളിൽ ഒരു ഫ്രീ ലൈവും ഉണ്ടാവും. നിങ്ങളെ ഒരു നമ്മുടെ ഗ്രൂപ്പുകളുണ്ടാവും. ഇപ്പം മാനിഫെസ്റ്റേഷൻ ഫാമിലി 18 ഗ്രൂപ്പ് ഫില്ലായിട്ടുണ്ട്. അതിൽ രാവിലെയും വൈകിട്ടുമായി നമ്മൾ കുറച്ച് ടാസ്കുകളും കുറച്ച് സ്പെഷ്യൽ ടാസ്കുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പോസ്റ്റർ എല്ലാ മോർണിംഗ് ഈവനിങ്ങും നമ്മൾ പോസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുക, ഡെയിലി അതൊന്ന് വായിച്ചു നോക്കുക, എന്താണ് ചെയ്യാൻ നൽകിയ ടാസ്ക്. അതോടൊപ്പം തന്നെ 3 മെഡിറ്റേഷൻ, യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, അഡ്വാൻസ്ഡ് മണി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ 3 മെഡിറ്റേഷൻസ് വീതം നമ്മൾ നൽകിയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ 5 to 6 അല്ലെങ്കിൽ 7 നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക. നമ്മൾ നാളെ മുതൽ നൽകുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ടാണ് ഹോപ്നോപ്നോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ 28 ആഗ്രഹങ്ങൾ എഴുതി വെക്കണം. എല്ലാവരും തന്നെ ചെയ്യേണ്ടതെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പുതുതായിട്ടുള്ള ആൾക്കാർ 28 പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളെ ചുമരിൽ ഒട്ടിച്ച് വെക്കുക. ഓക്കെ, ചുമരിൽ നിർബന്ധമായിട്ട് മീൻസ് പറ്റുമെങ്കിൽ ഒരു ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഹോസ്റ്റലിലാണ്, ചിലപ്പോൾ PG ചിലപ്പോൾ ഒട്ടിച്ചു വെക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട 28 ആഗ്രഹങ്ങൾ നിങ്ങൾ ഡ്രീം ജേർണലിൽ വെക്കുക. ഒരു A4 ഷീറ്റിൽ വേണം എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു A4 ഷീറ്റിൽ എത്ര പേര് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ ഡ്രീം ജേർണലിൽ എഴുതി വെച്ചിട്ടുണ്ട്? എത്ര ഡ്രീംസാണ് നിങ്ങൾ എഴുതി വെച്ചത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 100 ഡ്രീംസ് ആണോ 30 ഡ്രീംസ് ആണോ എഴുതി വെച്ചത് എന്നുള്ളതാണ്. എത്ര ഡ്രീംസ് ആണ് എഴുതി വെച്ചത്? 25 ഡ്രീംസ്. ഓക്കെ, നിങ്ങൾ എത്ര ഡ്രീംസ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. 20 ഡ്രീംസ്, ചില ആൾക്കാർ 20 ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 28, മോർ ദാൻ 100. ഓക്കെ, നല്ല കാര്യം. ഓക്കെ ഓക്കെ, 101 ഡ്രീംസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ടതും അതോടൊപ്പം തന്നെ ലൈഫിൽ പെട്ടെന്ന് നടക്കേണ്ടതുമായിട്ടുള്ള 22 ആഗ്രഹങ്ങൾ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു 6 മാസം ജസ്റ്റ് ഒന്ന് കാലയളവ് നിങ്ങൾ ടൈം ഒന്ന് സെറ്റ് ചെയ്യുക. 6 മാസം കൊണ്ട് നിങ്ങൾ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നേടിയെടുക്കേണ്ടത്? അതെന്താണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 100 കോടി നിങ്ങൾ ഡ്രീം ചാനൽ അല്ലെങ്കിൽ നിങ്ങൾ 28 ആഗ്രഹങ്ങൾ വെക്കുന്ന സമയത്ത് 100 കോടി നേടണം, ഒരു ഇങ്ങനെ 100 അല്ലെങ്കിൽ മന്ത്ലി 1 കോടി ടേൺ ഓവറുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയൊന്നല്ല വേണ്ടത്. 6 മാസം കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന് വിശ്വസിക്കാൻ സാധിക്കുന്ന ഏകദേശം ഒരു 28 ആഗ്രഹങ്ങൾ വേണം നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യം
എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ചുമലിൽ എഴുതി വെക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആഗ്രഹം നടന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇന്ന സ്ഥാപനത്തിൽ ഇന്നൊരു പോസ്റ്റിൽ ഇത്ര സാലറിയിൽ ജോലി ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു എന്നുള്ളതാണ്. സ്പെസിഫിക്കായിട്ട് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എത്രത്തോളം നമ്മൾ സ്പെസിഫിക്കായിട്ട് എഴുതി വെക്കുന്നോ, ചെറിയ ആഗ്രഹങ്ങൾക്ക് വലിയ സ്പെസിഫിക്കേഷൻ ആവശ്യമില്ല. മറിച്ച് ജോലി, നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ മറ്റ് കാര്യങ്ങൾ, ഇപ്പം ബിസിനസ് എങ്ങനെ വേണം, എത്ര മാസം എത്ര രൂപ വേണം എന്നുള്ളതാണെങ്കിൽ അത് സ്പെസിഫിക്കായിട്ട് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോ ആഗ്രഹങ്ങൾ, ഇപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ആഗ്രഹം തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഹോപ്നോപ്നോ മെഡിറ്റേഷൻ ചെയ്യുക. നമ്മൾ നൽകുന്ന ഹോപ്നോപ്നോ മെഡിറ്റേഷൻ അത് ചെയ്തുകൊണ്ട് അത് വിഷ്വലൈസേഷൻ ചെയ്യുക. അങ്ങനെ വേണം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുക. ഹോപ്നോപ്നോ മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ നമ്മളിപ്പം ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഹോപ്നോപ്നോ മെഡിറ്റേഷൻ എൻ്റെ ലൈഫിൽ പല മിറാക്കിൾസും കൊണ്ടുവന്ന കാര്യമാണ്. പലർക്കും പല രീതിയിലാണ് ഓരോ ടെക്നിക്സ് വളരെ എഫക്റ്റീവായ രീതിയിൽ ഉണ്ടാകുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഹോപ്നോപ്നോ എനിക്ക് റിലേഷൻഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയത്. ജഗന്നാഥ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ലോട്ടറി ഷോപ്പ് അല്ലെങ്കിൽ ലോട്ടറി ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഹോപ്നോപ്നോ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ലോട്ടറിയിൽ 5000, 10,000, 60,000, 1 ലക്ഷം, 2 ലക്ഷം എന്ന് പറഞ്ഞു. ഈവൻ ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് വരെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വരെ അത്ഭുതം കൊണ്ടുവരുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ മന്ത്രമാണ് അല്ലെങ്കിൽ മന്ത്രയാണ് ഹോപ്നോപ്നോ എന്ന് പറയുന്നത്. ഇതിൽ എത്ര പേർക്ക് ഹോപ്നോപ്നോ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മറ്റ് അംഗങ്ങൾക്ക് ഒരു പ്രചോദനമാവും. ഹോപ്നോപ്നോ യൂസ് ചെയ്തിട്ട് എത്ര പേർക്കാണ് റിസൾട്ട് കിട്ടിയത്? ഓക്കെ, ആർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഇതുവരെ ആരും യൂസ് ചെയ്തിട്ടില്ലേ? കാരണം ഞാൻ യൂസ് ചെയ്യലുണ്ട് ഡെയിലി. ഓക്കെ, യൂസ് ചെയ്യാറില്ലേ ഇത്? ഓക്കെ, എന്താണ് റിസൾട്ട് കിട്ടിയത്? ഞാൻ പിന്നെ എന്റെ മകന് ജോലി കിട്ടാൻ വേണ്ടിട്ട് എപ്പോഴും, ഇപ്പൊ മോൻ ഗൾഫിൽ പോയിട്ട് പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഇങ്ങനെ ജോലി പെട്ടെന്ന് തന്നെ കിട്ടണമെന്നിട്ട് പിന്നെ മെഡിറ്റേഷൻ ചെയ്തിട്ട് പിന്നെ വിഷ്വലൈസേഷൻ ചെയ്ത് ഒരു 10 ദിവസം ചെയ്യുമ്പോ തന്നെ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എനിക്ക് ഓരോ സ്ഥലത്ത് വേദനയുള്ള സമയത്ത് ചെയ്യുമ്പോൾ അത് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. പിന്നെ മണി ബ്ലോക്കിന് ആ ഹലോ മണി ബ്ലോക്കിന് ഓക്കെ ഓക്കെ, നിങ്ങൾ റേഞ്ച് കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, റേഞ്ചുള്ള സ്ഥലത്ത് കുറവുണ്ട്. സാരമില്ല. ഓക്കെ ഓക്കെ, അത് സന്തോഷം. ഓക്കെ, വേറെ ആർക്കെങ്കിലും റിസൾട്ട് ഉണ്ടോ? ഹലോ സർ. ആ, പറഞ്ഞോളൂ. ആ ഞാന് ഹോപ്പനോപ്പനോ ചെയ്യാറുണ്ട് സാർ. എന്നിട്ട് എനിക്ക് ഇതേപോലെ കസ്റ്റമറൊക്കെ ഇങ്ങനെ വർക്കൊക്കെ വളരെ ഡിമ്മായി കഴിയുമ്പോൾ ഞാനിങ്ങനെ ആ പ്രെയർ, ഡിയർ കസ്റ്റമർ ഐ എം സോറി, പ്ലീസ് ഫോർ ഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ആ ഇതിങ്ങനെ പറയാറുണ്ട്. അപ്പോ എനിക്ക് കസ്റ്റമർ വരാറുണ്ട്. പിന്നെ അതേപോലെ മണി ഇതില് ഞാനിങ്ങനെ പൈസ കയ്യിലെടുത്തിട്ട് ഞാനിങ്ങനെ ആ ഇത് പ്രെയർ ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ക്യാഷ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതായത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അതേപോലെ ഞാൻ ക്യാഷ് കൈകാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ഈ പ്രെയർ ചെയ്തിട്ടാണ് ഞാൻ ക്യാഷ് കൈകാര്യം ചെയ്യാറ്. അത് കാരണോണ്ട് ഇപ്പൊ അതായത് എനിക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അതായത് നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് അവിടെ വരാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ ഹോപ്പനോ പ്രെയർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള മാറ്റങ്ങള്. ഒരുപാട് നല്ലൊരു എഫക്ട് ഉണ്ട് സാർ. താങ്ക് യു സാർ. ഓക്കെ, വേറെ ആർക്കാണുള്ളത് എക്സ്പീരിയൻസ്? ഡോക്ടർ അശ്വിനിയുടെ മമ്മിയില്ലേ? ഹലോ. ആ, പറഞ്ഞോളൂ. സാറേ, ഞാൻ ഓൾറെഡി സാറിന് എന്റെ എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നിലയ്ക്കായിട്ട്. ആ, ഇന്നലെ ഇട്ടല്ലേ എക്സ്പീരിയൻസ്? ഒരു ഇന്ന് ഓക്കെ, അതെ 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 അതെ. ഓക്കെ ഓക്കെ, കേട്ടായിരുന്നു. എന്തായിരുന്നു എന്ന് പറഞ്ഞു.
അത് ആദ്യമേ ഞാന് വേറെ മെഡിറ്റേഷൻ ഒക്കെ വെറുതെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം. പക്ഷെ എനിക്ക് അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ മണി ബ്ലോക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഞാൻ സാറിന് 2-3 പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്രീ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തു. അതിന്റെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാളുടെ എക്സ്പീരിയൻസ്. ആ സമയത്ത് ശരിക്കും ഞാൻ പൈസയ്ക്ക് നല്ലപോലെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എനിക്ക് ലോണ് അടയ്ക്കേണ്ട ടൈം, പണയം വെച്ചതിന്റെ സമയം, ഇതെല്ലാം കൂടെ. കാരണം ഞാൻ നമ്മള് വെക്കുന്ന സമയത്തെല്ലാം മാനേജ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ആയിപ്പോയി. ഉം. ഇത് നമ്മൾ വിചാരിച്ച രീതിയിൽ നടത്താൻ പറ്റിയില്ല. ഉം. അപ്പോ ഞാൻ ആക്ച്വലി ഭയങ്കര ടെൻഷനും തലവേദനയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ വെറുതെ ഒന്ന് കിടന്നപ്പോ ഉം. ഈ ഒരു എക്സ്പീരിയൻസ് കേട്ട് സാറിന്റെ യൂട്യൂബിലെ ആ ഒരു മെഡിറ്റേഷൻ എടുത്തിട്ട് ഞാൻ ചുമ്മാ എടുത്ത് കേട്ടോണ്ടേ ഇങ്ങനെ ഇരുന്നു. ഉം. ജസ്റ്റ് കിടന്നോണ്ടിരിക്കായിരുന്നു. തലവേദന എടുത്ത് കിടന്ന് അത് കേട്ടോണ്ടേയിരുന്നു. ജസ്റ്റ് എന്താ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ഒരു 23,000 ക്രെഡിറ്റ് ആയത്. അത് ആക്ച്വലി അടുത്ത മാസം അല്ല അതിന്റെ അടുത്ത മാസം വിചാരിക്കാത്തൊരു എമൗണ്ട് ആയിരുന്നു. പെട്ടെന്ന് അത് വന്നത് 23,000. അത് കഴിഞ്ഞ് എനിക്ക് ആക്ച്വലി 2-3 പണയം ഉണ്ടായിരുന്നു. എല്ലാം ഒരുമിച്ചായിരുന്നു വെച്ചിരുന്നത്. നമ്മള് വേറെ ഒരു ഫിക്സഡ് ഇട്ടിരുന്നതൊക്കെ നമുക്ക് ബ്ലോക്ക് ആയി പോയി എടുക്കാൻ പറ്റാതെ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയാൻ മേലാതെ അന്നത്തെ ദിവസം തന്നെ എന്റെ ഒരു കൂട്ടുകാരി എനിക്ക് മെസ്സേജ് അയച്ചു എന്തൊക്കെയുണ്ടെന്നൊക്കെ ചോദിച്ച്. അപ്പൊ അവളോട് ഞാൻ ഇങ്ങനെ ടെൻഷൻ പറഞ്ഞപ്പോഴത്തേനും ടെൻഷൻ അടിക്കണ്ട, ഞാനത് അറേഞ്ച് ചെയ്ത് തരാം, നീ അത് തിരിച്ച് റിന്യൂ ചെയ്തിട്ട് റീപ്ലേസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം എനിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നിയത്. കാരണം ഞാൻ വിചാരിക്കാതെ ആ കാര്യങ്ങളെല്ലാം നടന്നത്. എന്നിട്ട് ഇന്നലെ പോയി ഞാൻ എല്ലാം റിന്യൂ ചെയ്ത് വെച്ചു. എനിക്ക് അത്യാവശ്യം എന്റെ കയ്യിലേക്ക് ഗോൾഡും വന്നു റിന്യൂ ചെയ്ത് വെച്ചിട്ട്, അല്ലാണ്ട് ക്യാഷും വന്നു. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഇതാണ് എന്റെ ഓക്കെ. എക്സ്പീരിയൻസ്. വേറെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഷെയർ ചെയ്യാം. അതെന്തിനാണെന്ന് ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടോ? ഹലോ സാർ. ആ ഓക്കെ. ദുർഗാദേവി വേണം. ദുർഗാദേവി. ആ എനിക്ക് 2 പ്രാവശ്യം 5,000 വെച്ചിട്ട് ലോട്ടറി അടിച്ചു. പിന്നെ 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ലോട്ടറി അടിക്കുന്നുണ്ട്. ഓക്കെ. അത് അത് സാറിന്റെ അഫർമേഷൻ പറഞ്ഞിട്ടും ഓപ്പൺ ചെയ്തിട്ടൊക്കെ തന്നെയാണ്. നല്ല റിസൾട്ട് തന്നെയാണ്. ഓക്കെ. സന്തോഷം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ. വേറെ ആർക്കെങ്കിലും? പിന്നെ അതല്ല, പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ആ പറഞ്ഞു. സാർ. സാർ എനിക്ക് എന്റെ ഫോൺ കേടുവന്നായിരുന്നു. അപ്പൊ ഞാന് എന്റെ കയ്യിൽ നിലത്ത് വീണിട്ട് അത് ഓഫായി പോയി. അപ്പൊ ആ നേരത്ത് ഞാൻ എനിക്ക് സാറ് ചില മെഷീൻസ് ഓൺ ആണോ നോക്കി നമുക്കത് ഉപയോഗിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ സാർ. അപ്പൊ അതുപോലെ ഞാനത് പ്രാർത്ഥിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു 1 hour കഴിഞ്ഞപ്പോ എന്റെ ഫോൺ ഷേപ്പ് ചെയ്തു. അതാണ് എനിക്ക് ഡയറക്റ്റ്. ഓക്കെ. താങ്ക് യു. ഓക്കെ. ശരി. നീ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു തോന്നുന്നു. നമുക്കിനി നീ ആർക്കും ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും അവസരമുണ്ട്. ഓക്കെ. ഹലോ സർ. ആ പറഞ്ഞോളൂ. നമസ്കാരം. ഡോക്ടർ അശ്വിനി. ഞാൻ ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് റേഞ്ച് എന്താന്ന് വെച്ചാ ഇത് വരുന്നില്ല, കണക്ട് ആവുന്നുണ്ട്, ബട്ട് അമ്മയെ കണ്ടു, അമ്മയെ അച്ഛനെയും കണ്ടു. അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ എല്ലാ കാര്യം നടന്നേക്കുന്നത് ഹോപ്പോണോപ്പോണോയിലാണ്. ജോലിയുടെ ഇത് മെയിൻ ആയിട്ട് ഞാനത് ഹോപ്പോണോപ്പോണോ എഴുതി. ഞാൻ 108 തവണ ഞാൻ എഴുതുക ചെയ്തത്. 3rd ഡേ ആണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്ക് കിട്ടിയിട്ട് ഞാൻ കുറേ പേരോട് പറഞ്ഞിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, പിന്നെ കല്യാണത്തിന്റെ കാര്യങ്ങള്, പിന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, മെയിൻ ആയിട്ട് വീടിന്റെ ജപ്തിയുടെ ഒരു പ്രശ്നം വന്നിട്ട് അന്ന് പോലും ഞാനിങ്ങനെ ഹോപ്പോണോപ്പോണോ ചെയ്തിട്ട് എല്ലാം ശരിയായത്. അപ്പം എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചെറിയ വഴക്കൊക്കെ ആരെങ്കിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഹോപ്പോണോപ്പോണോ എഴുതും. അത് അന്ന് തന്നെ കറക്റ്റ് ആവും. ഓക്കെ. ശരി. താങ്ക് യു സോ മച്ച്.
കാരണം ഞാൻ പൈസ. അപ്പൊ അത് പെട്ടെന്ന് തന്നെ എനിക്ക് ഹോപ്പ് നോ പറയുന്ന സമയത്ത് നിങ്ങളെ മുഖാന്ന് ഓർമ്മ വരിക. കാരണം കുറെ, അതായത് ചില ആൾക്കാർ പറയാറുണ്ട് ഇന്നൊരു ടെക്നിക്ക് ഉപയോഗിച്ച് കുറെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു പാറ്റേൺ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏകദേശം 4-5 വർഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ റിസർച്ച് ചെയ്യുന്നു. ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് അവർ അതിനെ പാറ്റേണിലൂടെ, അല്ലെങ്കിൽ ഏത് പാറ്റേണിലൂടെയാണ് അവർ അത് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് പലർക്കും പല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹോപ്പ് നോപ്പിന് എനിക്ക് റിലേഷൻഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് മാറിയത്. വാട്ടർ മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടാണ്. സ്വിച്ച് വേർഡ്സ് എനിക്ക് പണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെയധികം ഇങ്ങനെ എഫക്റ്റീവായ മെത്തേഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഗുഡ് റിസൾട്ട് കിട്ടുക. ക്ലിയർ ആയില്ലേ? അതായത് ഇതെന്തുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അത്ര എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിന് ഒരു ചരിത്രമുണ്ട്. ഏതൊരു ടെക്നിക്കിനും ഒരു ചരിത്രമുള്ള പോലെ തന്നെ ഈ ഒരു ഹോപ്പ് നോപ്നോ എന്ന് പറയുന്നത് ഹവായിൻ ഉപദ്വീപിൽ ഉണ്ടായ ഒരു വേർഡായിട്ടാണ്, അല്ലെങ്കിൽ മന്ത്രമായിട്ടാണ് പറയപ്പെടുന്നത്. അന്നേരം ആ ഉപദ്വീപിലുള്ള ഇതേപോലെ തന്നെ ആദിവാസികൾ വിശ്വസിച്ചത് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയുള്ള മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്നാണ് അവർ ചിന്തിച്ചത്. അത് കാരണം അവർ ഈ റിലേഷൻഷിപ്പിനെ കറക്റ്റായിട്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്ററിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് അവരിത് പറയാൻ തുടങ്ങിയത്. അന്നേരം ഡോക്ടർ ഹ്യൂ ലെൻ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ആ ഉപദ്വീപിൽ, മീൻസ് ഓരോരോ സൈക്കോളജിസ്റ്റുകൾ ചിലത് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തിപ്പെട്ട സമയത്ത് അവിടെ ഭയങ്കര ഹാപ്പി, നല്ല രീതിയിൽ അവർ ജീവിക്കുന്നുണ്ട്, പരസ്പരം ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. അന്നേരം അദ്ദേഹം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ഒരു ഹോപ്പ് നോപ്നോ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് അവർക്ക് റിസൾട്ട് കിട്ടിയെന്ന് മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹത്തിന് അടുത്ത ഇങ്ങനെ ജോലി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയുള്ള ദ്വീപിൽ, ഏതൊരു ദ്വീപിലുള്ള ഹവായ് ദ്വീപിലുള്ള ഏറ്റവും ക്രിമിനൽസ് ആയിട്ടുള്ള ക്രിമിനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ കൊല്ലുന്ന ആൾക്കാരല്ലേ, ഹെവി ക്രിമിനൽസ്, ഭയങ്കര എന്താ പറയുക, ടെറർ, അല്ലെങ്കിൽ മനസ്സിൽ ഭയങ്കര അത്യം വിദ്വേഷവും കാര്യങ്ങളുള്ള ആൾക്കാരെ ഇങ്ങനെ ജയിലുകളിൽ ഉണ്ടാകുക ദ്വീപുകളിലാണ്. അങ്ങനെ ആ ദ്വീപിൽ പോയ സമയത്ത്, അദ്ദേഹം ഇതേപോലെ തന്നെ ദ്വീപിൽ പോയ സമയത്ത് ഈ ഇങ്ങനെ ഇതേപോലുള്ള കുറ്റവാളികളായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. കാരണം ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളും ഉപയോഗിക്കും. അദ്ദേഹം ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കുറ്റവാളികളുടെ പേര് എടുത്തിട്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുന്ന വേർഡാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണ് അവർക്ക് ആ റിസൾട്ട് കിട്ടിയത്. ഓക്കെ, പലരും ഈ ഹോപ്പ് നോപ്നോ ടെക്നിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യും, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതിൽ ഐ ആം സോറി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ സോറി വന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരു വ്യക്തിയോടല്ല, നിങ്ങളെ ഹയർ സെൽഫ് ഉണ്ട്, നമ്മളെ ഉള്ളിലുള്ള ഹയർ സെൽഫിനോടാണ് നമ്മൾ ഐ ആം സോറി എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ ഒരു വ്യക്തിയോടോ കാര്യങ്ങളോടോ അല്ല നിങ്ങൾ സോറി പറയുന്നത്, ഐ ആം സോറി. അതായത് നിങ്ങൾ ഒരു ഹയർ സെൽഫിനെ വേണമെങ്കിൽ ദൈവം എന്ന് വിളിക്കാം, ദൈവികത എന്ന് വിളിക്കാം, അള്ളാഹു എന്ന് വിളിക്കാം, കൃഷ്ണൻ എന്ന് വിളിക്കാം, ക്രിസ്തു എന്ന് വിളിക്കാം. നമ്മളൊരു ഡിവിനിറ്റി ഉണ്ട്, ഡിവിനിറ്റി വിത്തിൻ അസ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഡിവിനിറ്റിൻ്റെ നമ്മൾ കുറേ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മളെ തന്നെ കുറച്ച് കാണിച്ചിട്ടുണ്ട്, നമ്മൾ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ അനാവശ്യമായ പെയിനെ എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, മനസ്സിൽ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ സഹായിച്ചിട്ട് അതിൻ്റെ പഴിയെല്ലാം കേട്ടിട്ട് നമ്മൾ തന്നെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. ഈ ഒരു ഹയർ സെൽഫിനോടാണ് നമ്മൾ ഐ ആം സോറി എന്ന് പറയുന്നത്. നമ്മളോട് തന്നെയാണ് സോറി എന്ന് പറയുന്നത്, അല്ലാതെ വേറൊരു വ്യക്തിയോട്. ചില ആൾക്കാർ ചിന്തിക്കുന്നത് വെച്ചാൽ വേറൊരു വ്യക്തിയോട് അല്ലെങ്കിൽ പണത്തിനോടൊന്നും അല്ല പറയുന്നത്, നമ്മൾ ഹയർ സെൽഫിനോടാണ് പറയുന്നത്. പ്ലീസ് ഫോർഗിവ് മീ, ദയവായി എന്നോട് ക്ഷമിച്ചാലും. താങ്ക് യു എന്ന് പറയുന്നത് പുറമേയുള്ള ഒരു ഊർജ്ജത്തിനോടോ പുറമേയുള്ള ഒരു വ്യക്തിയോടോ ഒന്നും തന്നെയല്ല, നിങ്ങളുടെ ഹയർ സെൽഫിനോടാണ് താങ്ക് യു എന്ന് പറയുന്നത്. ഐ ലവ് യു എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയോടല്ല, വീണ്ടും പറയാണ്, നമ്മളെ ഹയർ സെൽഫിനോടാണ്. ആ ഒരു ബോധ്യത്തിൽ വേണം നിങ്ങൾ ഈ ഹോപ്പ് നോപ്നോ ടെക്നിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ കുറച്ച് പണം കയ്യിൽ പിടിക്കുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ സെൽഫ് ഹീലിംഗ് പ്രോസസ്സ് നടക്കാത്തിടത്തോളം കാലം എല്ലാം ചെയ്യുന്ന, മീൻസ് ഞാൻ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത്, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഹോപ്പ് നോപ്നോ ടെക്നിക്ക് കുറേ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അപ്ലൈ ചെയ്യുക. ചില ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാവും, ചില ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. സെൽഫ് ഹീലിംഗ്, അതായത് നിങ്ങൾ തന്നെ ഹീൽ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം.
ഞാൻ തന്നെ എൻ്റെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സ്മൂത്ത് ആയിട്ടുള്ള ലൈഫല്ല. ഞാനൊരു ബ്രോക്കൺ റിലേഷൻഷിപ്പിൽ നിന്ന് അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും പ്രശ്നം, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഡിവോഴ്സിൻ്റെ വക്കീലുള്ള ഫാമിലീസ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ചൈൽഡ്ഹുഡ്. എനിക്ക് സത്യത്തിൽ എനിക്ക് കുട്ടിക്കാലം അതോടൊപ്പം തന്നെ എൻ്റെ സ്കൂൾ ലൈഫ് ഒന്നും തന്നെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രയും പെയിനും കുറേ ഇൻസൾട്ടും കാര്യങ്ങളും കിട്ടിയതുകൊണ്ട് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാം തന്നെ ലെറ്റ് ഇറ്റ് ഗോ, അത് കഴിഞ്ഞു, പാസ്റ്റിൽ കഴിഞ്ഞു എന്ന രീതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നേരം ആ ബ്രോക്കൺ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ കണ്ടു വളർന്നിട്ട് എൻ്റെ ഉള്ളിൽ സെൽഫായിട്ട് തന്നെ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ ഇന്നർ ചൈൽഡ് പെയിനിലാണുള്ളത്. അതായത് നിങ്ങളെ ഇന്നർ ചൈൽഡ് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ കാണുന്ന സമയത്ത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞ കാര്യം കേട്ടിട്ടുണ്ടാവും. ആ ഒരു ഹീലിംഗ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ട് നമ്മളെ ഹീൽ ചെയ്യണം. നമുക്ക് ചിലപ്പം കുട്ടിക്കാലത്ത് നിങ്ങൾ ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ബോഡി ഷെയിം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ നിറം, നിങ്ങളെ ഹെയർ, നിങ്ങളെ ഹൈറ്റ്, നിങ്ങളെ കാസ്റ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഈ ഒരു സെൽഫ് ഹീലിംഗ്, അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹോപ്പ് നോപ്പ് നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നേടുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ, അതായത് നിങ്ങളുടെ പെയിനിനെ തന്നെ നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു പെയിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആകുകയുള്ളൂ. അതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതിനുശേഷമാണ് നിങ്ങൾക്ക് പണം വേണ്ടത്, നിങ്ങൾക്ക് ആരോഗ്യം വേണ്ടത്, വ്യക്തിബന്ധങ്ങൾ വേണ്ടത്, ഈവൻ ലോട്ടറി വരെ അടിക്കേണ്ടത്. ഈ ഒരു സെൽഫ് ഹീലിംഗ് പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് തന്നെ, നിങ്ങൾ ഹയർ സെൽഫാണ്. കാരണം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ ദൈവികത അംശമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആയോ? അന്നേരം ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഹോപ്പ് നോപ്പ് നോ ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു മന്ത്രയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വേർഡ്സിൻ്റെ പ്രത്യേകത സെൽഫ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മന്ത്രമാണ്. അതിന് നമ്മൾ ഒരു ഇൻറ്റൻഷൻ, സത്യത്തിൽ അതിന് ഇൻറ്റൻഷൻ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. അതിന് അറിയാം എന്താണ് നിങ്ങളുടെ പ്രോസസ്സ്. കാരണം അത് സെൽഫ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, അഥവാ സ്വന്തം യുക്തിയുള്ള ഒരു മന്ത്രമാണ്. ചില മന്ത്രാസ് ഉണ്ട്, അതിനറിയാം എവിടെയാണ് നിങ്ങൾക്ക് ഹീലിംഗ് പ്രോസസ്സ് വേണ്ടതെന്ന്. അത് നിങ്ങൾ ഫീലിംഗ്, അതായത് നമ്മളെ സെൽഫ് ക്ലെൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് 100% കിട്ടുന്നതാണ്. അതിനു മുൻപായി നിങ്ങളുടെ ഇന്നർ സെൽഫിലെ വൂൺസിനെ നിങ്ങൾ ഹീൽ ചെയ്യണം. ആ ഹീലിംഗ് പ്രോസസ്സിനാണ് ഫസ്റ്റ് തന്നെ ഹോപ്പ് നോപ്പിനെ യൂസ് ചെയ്യേണ്ടത്. അന്നേരം എന്താ ചെയ്യേണ്ടത്? ഡിയർ അൻവിന്ദ്, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതേപോലെ തന്നെ ഇപ്പം കൃഷ്ണപ്രിയ, ഡിയർ കൃഷ്ണപ്രിയ, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയാം. അങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്താണോ അതിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളെ ഊർജ്ജ നില അല്ലെങ്കിൽ വൈബ്രേഷൻ ലെവൽ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഉയർന്നു വരികയാണ് ചെയ്യുക. ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ എനിക്കൊരിക്കലും എന്നെ സ്നേഹിക്കാൻ സാധിച്ചില്ല. എനിക്ക് നിറമില്ല, എനിക്ക് സൗന്ദര്യമില്ല, അതൊന്നുമില്ല എന്ന രീതിയിലാണ് ചിന്തിച്ചത്. ഈ ഒരു കുറ്റബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു അപകർഷതാബോധത്തിൽ നിന്നാണ് ഞാൻ ഇനീഷ്യൽ ടൈമിൽ ഞാൻ ഇതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ വിവിധ ടെക്നിക്കുകളും കാര്യങ്ങളെല്ലാം തന്നെ യൂസ് ചെയ്തു. ചില കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ചില കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അങ്ങനെയാണ് നിന്നത്. അതായത് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വൈബ്രേഷൻ ലെവലിനെ ഉയർത്തണം, ഞാൻ പോസിറ്റീവായി ചിന്തിക്കും. ഇതെല്ലാം പോസിറ്റീവായി ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ ഇന്നർ സെൽഫ് എപ്പോഴും പെയിനിലാണുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഇന്നർ സെൽഫ് എപ്പോഴും പെയിനിലാണ്, ഇല്ലായ്മയിലാണ്, വേദനയിലാണുള്ളത്. ഞാൻ എന്ത് ചെയ്തു? അതിനെ കറക്റ്റായിട്ട് മെഡിറ്റേഷൻ ചെയ്തു. ഇതേപോലുള്ള പല കോഴ്സുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ട് എന്നെ ഇന്നർ ചൈൽഡിനെ, അതായത് എൻ്റെ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് ഞാൻ ഹീൽ ചെയ്തതിന് ശേഷം എനിക്ക് പതിയെ ചേഞ്ചസ് വരാൻ തുടങ്ങി. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ആദ്യം തന്നെ യൂസ്ഫുള്ളായിട്ട് മാറിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. പ്രണയമാവാം, സൗഹൃദമാവാം, നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന വ്യക്തികൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അതെന്താണെന്ന് ഷെയർ ചെയ്യുക. അങ്ങനെ ആർക്കെങ്കിലും സെയിം പാറ്റേൺസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ റിലേഷൻഷിപ്പ്, ഇപ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലാണ്, പ്രണയത്തിൻ്റെ കാര്യത്തിലല്ല, ഏതൊരു ഫ്രണ്ട്ഷിപ്പ് വരികയാണെങ്കിലും എന്നെ സ്നേഹിക്കാത്തതോ അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കാത്തതുമായിട്ടുള്ള വ്യക്തികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മീൻസ് നമ്മളെ ടൈമിനെ, നമ്മളെ ഇമോഷൻസിനെ, നമ്മളെ പണത്തെ എല്ലാം തന്നെ യൂസ് ചെയ്യുന്ന വ്യക്തികൾ. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് കൂടുകയാണെങ്കിൽ അവൻ്റെ കാര്യം നേടിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും പോകും.
പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെ ചിലപ്പം ഫിനാൻഷ്യലി ആയിരിക്കാം, ചിലപ്പോൾ അവരെ ആവശ്യങ്ങൾ ചിലപ്പോൾ എവിടെയും പോവുകയുണ്ടാവും, അല്ലെങ്കിൽ അവരെ ബിസിനസ്സിന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടാവും. അങ്ങനെ യൂസ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് പാറ്റേൺസ് ആണ് അവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ സെൽഫ് ഹീലിംഗ് ചെയ്യേണ്ടത്. അതായത് നമ്മളെ തന്നെ ഹീൽ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ലൈഫിൽ ചേഞ്ചസ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഹോപ്പിനോപ്പിന ഒരു ആഗ്രഹത്തിന് വേണ്ടിയില്ല, ആദ്യം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു വൂൺസ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ വൂൺസിനെ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വൂൺസിനെ വേണമെങ്കിൽ നമുക്ക് ഫോർഗീവ്നെസ്, ഇപ്പം നമ്മൾ ഫ്രീ ക്ലാസ് നൽകുന്ന ഫോർഗീവ്നെസ് ബൈനോറി മ്യൂസിക് ഉണ്ട്, അത് കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് മാറ്ററിയോ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ ഹീൽ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും. ആ ഒരു ആക്സെപ്റ്റൻസ് എന്നാണ് നമ്മളുടെ ലൈഫ് ചേഞ്ച് ആകുക. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ അത്ര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നില്ല എന്ന്. ഞാൻ എന്നെ ഹീൽ ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടിൽ തന്നെ ചേഞ്ചസ് വന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളും നല്ല ഫ്രണ്ട്സിന് എനിക്ക് കിട്ടാൻ സാധിച്ചു. ആ ഒരു ലെവലിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വൂൺസ്, അതായത് നിങ്ങളെ പ്രോബ്ലം ഒരിക്കലും പുറമേ അല്ല, നിങ്ങളെ പ്രോബ്ലം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ കുറ്റം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോക്കാൻ കാരണം എൻ്റെ സുഹൃത്താണ്, എൻ്റെ ജീവിത സാഹചര്യമാണ്, എല്ലാമാണ്. നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ പ്രശ്നങ്ങളുടെ റീസൺ നമ്മൾ പുറമെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സൊല്യൂഷൻസ് കിട്ടാൻ പോകില്ല. എന്തൊരു കാര്യവും, ഇപ്പം നിങ്ങൾ ഫിനാൻഷ്യലി ഒരു വ്യക്തി ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റാണ്. ആ വ്യക്തിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പണം കൊടുക്കുന്ന സമയത്ത് ആ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, അതാണ് നിങ്ങൾ ചെയ്തിട്ട്. അല്ലാതെ ആ വ്യക്തി നിങ്ങളെ ചതിച്ചല്ല, മറിച്ച് നിങ്ങളുടെ തെറ്റാണ് ആ വ്യക്തിയെ പഠിക്കാതിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏതൊരു തെറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് അതിൻ്റെ പഴി അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം മറ്റുള്ള തലയിടാതെ നമ്മൾ ഏറ്റെടുക്കുക. ഓക്കെ, എൻ്റെ തെറ്റാണ്. ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ലൈവിലോ നമ്മൾ മറ്റ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ പറയും, എൻ്റെ കയ്യിൽ നിന്ന് 45 ലക്ഷം രൂപ നഷ്ടപ്പെടുകയുണ്ട്. ആ നഷ്ടപ്പെടുന്ന റീസൺ അവരെന്നെ ചതിച്ചുകൊണ്ടല്ല, മറിച്ച് ഞാൻ അവരെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഇത്ര രൂപ എനിക്ക് നഷ്ടപ്പെട്ടത്. അന്നേരം ഞാനിത് മറ്റുള്ളവരെ കുറ്റം കാര്യങ്ങൾ പറയാൻ നമ്മളെ എനർജി ലെവൽ ലോ ആണ് ചെയ്യുക. ഈ എനർജി ലെവലിൽ ലോ ആണെങ്കിൽ നമ്മൾ ലൈഫ് വീണ്ടും നമ്മൾ തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ, ഇതെല്ലാം എൻ്റെ തെറ്റാണ്, ഇനി ഞാൻ എന്ത് ചെയ്യണം, ആ ലെവലിൽ നിന്നാണ് നമ്മളെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് ഹോപ്പ് നോപ്പ് നോ എന്ന് പറയുന്ന സെൽഫ് ഹീലിംഗ് ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സെൽഫ് ഹീലിംഗ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചേഞ്ചസ് എന്താണെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഹോപ്പ് നോപ്പ് ഡെയിലി എന്ത് ചെയ്തു, നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ സെൽഫ് ഹീലിംഗ്, അതായത് ഡിയർ അനിവിന്ദ്, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഈ 4 വേർഡ്സ് എന്ത് ചെയ്യുക, അത് ഫീലിങ്ങോടെ നിങ്ങൾ അതേ ഞാൻ പറഞ്ഞത്, ഈ ഒരു കാര്യം യൂസ് ചെയ്യുന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരില്ല. നിങ്ങൾക്ക് ഈ ശരീരം കിട്ടിയിട്ട് നിങ്ങൾ ഷാറൂഖ് ഖാനോ അല്ലെങ്കിൽ ഐശ്വര്യ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് വരില്ല. ഞാൻ തന്നെ എപ്പോഴും എൻ്റെ ഏതെങ്കിലും നല്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ല, നമ്മളെ കൂട്ടുകാർ, നമ്മളെ ഹാങ് ഔട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്, അതിൽ ഏതെങ്കിലും നല്ല വ്യക്തിയുണ്ട്, ഇവനെ എല്ലാവരും നോക്കുന്നുണ്ട്, ഇവനെ മാത്രമല്ല സ്നേഹിക്കുക, എന്നെ സ്നേഹിക്കില്ല എന്ന രീതിയിലേക്ക് എനിക്ക് വന്നു. അതാണ് നമ്മൾ ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് നടന്നില്ല. അങ്ങനെ ആ ഒരു പ്രോസസ്സ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്താണോ എൻ്റെ അവസ്ഥ എന്താണോ ഞാൻ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. കാരണം എനിക്ക് ദൈവം തന്ന ശരീരം ഇതാണ്, എനിക്ക് ദൈവം തന്ന ചുറ്റുപാടുകൾ ഇതാണ്. ഇതിനെ അംഗീകരിക്കുന്ന സമയത്ത് നമ്മൾ ലൈഫിൽ ചേഞ്ചസ് സംഭവിക്കും. ആ ചേഞ്ചസ് ആണ് ഇപ്പം എൻ്റെ പണ്ടത്തെ ഫോട്ടോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചിരാം. എല്ലാ ലൈവിലും ഫ്രീ ലൈവിൽ വരുന്ന സമയത്തും കാണിക്കുന്നതാണ്. അതെന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എന്ത് പറയുന്ന സമയത്തും ഞാനതിൽ ഇപ്പം എൻ്റെ പണ്ടത്തെ ഫോട്ടോ ആണിത്. ഇതാണ് എൻ്റെ പണ്ടത്തെ രൂപം. ബ്രൈറ്റ്നസ് ഒന്ന് കൊടുക്കാം. ഇതാണ് എൻ്റെ പണ്ടത്തെ ഞാൻ. ഇപ്പോഴുള്ള ഞാനിതാണ്. അന്നേരം ഞാനൊരിക്കലും എന്നെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ എന്നെ ആക്സെപ്റ്റ് ചെയ്യാനോ ഞാൻ ശീലിച്ചില്ല. ഓക്കെ, ആ ഒരു ആക്സെപ്റ്റൻസ് വരാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് എനിക്ക് സ്നേഹം കിട്ടിയില്ല. ഇപ്പം കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് സ്നേഹം കിട്ടിയില്ല, നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് മീൻസ് സ്നേഹിക്കേണ്ടവരിൽ നിന്ന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഉണ്ടാവില്ല. അതായത് തരേണ്ട വ്യക്തികൾ തന്നെ തരണം, എന്നാലാണ് അതിന് വാല്യൂ ഉണ്ടാകും. അതേപോലെ തന്നെയാണ് തരേണ്ട സമയത്ത് നമുക്കത് നൽകിയിരിക്കണം. അല്ലാതെ ഇപ്പം ചില രക്ഷിതാക്കൾ പറയും മക്കളെ സ്നേഹിക്കാൻ പറ്റിയില്ല,
ഇപ്പം വളർന്നു വലുതായിപ്പോയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട സ്നേഹം കൊടുത്തേ മതിയാകുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഇന്നർ ചൈൽഡ് വേദനിക്കും. ആ ഒരു വേദനയാണ്. മീൻസ് നമുക്ക് അച്ഛനിൽ നിന്ന് അംഗീകാരം കിട്ടുന്നില്ല അങ്ങനെ. കാരണം ഓരോ വ്യക്തികളിൽ നമ്മൾ കുറേ ഫ്രണ്ട്സിൻ്റെ അകത്ത് നിന്ന് ഒരു അപ്രിസിയേഷനോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ വന്ന് നമ്മളൊരു കുറവുകാരനാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കുറവുണ്ട്, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. നമുക്ക് നമ്മളെ അംഗീകരിക്കണം, നമ്മളെ ക്യാരക്ടറിനെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ, നമ്മളെ ബലഹീനതകളെ. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീക്ക്നെസ്സിനെയാണ് നമ്മൾ ആദ്യം തന്നെ അംഗീകരിക്കേണ്ടത്. ആ വീക്ക്നെസ്സിനെ അംഗീകരിക്കുന്ന സമയത്താണ് നമ്മൾ ലൈഫിൽ ചേഞ്ചസ് വരിക. കാരണം എന്താണ്, നിങ്ങളുടെ ഏറ്റവും ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് സൈഡ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ സെൽഫിനെ നിങ്ങൾ കണ്ടെത്താൻ സാധിക്കുക നിങ്ങളെ പോസിറ്റീവ് സൈഡില്ല, നിങ്ങൾ നെഗറ്റീവ് സൈഡ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട് അല്ലേ. ചില ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും, ചിലർക്ക് കുറേ പ്രോബ്ലം ഉണ്ടാകും. അതിനെ ആദ്യം തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ വീക്ക് ഷെയ്ഡ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുഡ് സൈഡിലേക്ക് എത്താൻ സാധിക്കും. എല്ലാവരും എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ പെർഫെക്റ്റ് ആണ്, കാര്യങ്ങളാണ്. അത് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ സെൽഫ് ഹീൽഡാണോ, അതിനുശേഷമാണ് നിങ്ങൾക്ക് ചേഞ്ചസ് വരിക. ആ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പല മിറാക്കിൾസും സംഭവിക്കാൻ സാധിക്കും. അത് എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, അതായത് എനിക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ ആ ഫോട്ടോ ഷെയർ ചെയ്യുന്ന ഇപ്പം കാണിച്ച ഫോട്ടോ ഷെയർ ചെയ്യുന്ന സമയത്ത് ഗുജറാത്തിൽ ജോലി ചെയ്യുന്നു, ഗുജറാത്തിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അന്നേരം എനിക്ക് കൊണ്ട് തന്നെ വെറുപ്പായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ ഈ ഫോട്ടോ അയച്ചത് ഞാൻ എൻ്റെ മൊബൈലിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എൻ്റെ കൂട്ടുകാരന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കോമഡി എന്ന രീതിയിൽ ഞാൻ ചിരിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അത് ജസ്റ്റ് ചിരിച്ചിട്ട് അയച്ചു കൊടുത്തതാണ്. അന്നേരം അത് പിന്നെ അവന് അയച്ചു തന്നു. എനിക്കെന്താ, എടാ നിനക്ക് എന്ത് ചേഞ്ച്, നിൻ്റെ പണ്ടത്തെ ഫോട്ടോ നീ കണ്ടായിരുന്നോ, കാരണം എൻ്റെ മൊബൈലിൽ നഷ്ടപ്പെട്ടിരുന്നു. അന്നേരമാണ് ഫോട്ടോ അയച്ചത്. അന്നേരമാണ് ഞാൻ എന്നെ തന്നെ ചേഞ്ച് നിരീക്ഷിക്കുന്നത്. മീൻസ് ഞാൻ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അത് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ പാസ്റ്റിലുള്ള വേദനകളും കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ ഹണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ വേട്ടയാടില്ല. നമ്മൾ ഈ പ്രസൻറ്റിൽ ജീവിക്കാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ നമ്മൾ ഡ്രീംസിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ സ്വപ്നങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. അതാണ് ഈ സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ആ ഒരു ഹീലിങ്ങിന് സഹായിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ് ഹോപ്നോപ്നോ എന്ന് പറയുന്നത്. അതായത് സെൽഫ് ഹീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആഗ്രഹങ്ങളിലേക്ക് അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളെ ആഗ്രഹങ്ങളിലേക്ക്. നമ്മളെ ആഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വലിയ ആഗ്രഹം ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യം കുഞ്ഞി ആഗ്രഹം, ചെറിയൊരു ആഗ്രഹം തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഇപ്പം നാളെ ഒരു ട്രിപ്പ് പോകണം, ഇന്നൊരു സ്ഥലത്ത് ട്രിപ്പ് പോകണം, അതെന്ത് ചെയ്യുക, അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ള രീതിയിലുള്ള വേർഡ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറഞ്ഞ് നിൽക്കുന്നതനുസരിച്ച് നമ്മൾ ലൈഫിൽ പതിയെ ചേഞ്ചസ് വരുന്നതാണ്. അത് നടക്കും. ഇപ്പം തന്നെ കുറേ പേര്, ഇപ്പോൾ ഡോക്ടർ അശ്വിനി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അശ്വിനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഒരേ ഒരു പവർഫുൾ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോപ്നോപ്നോ ആണ്. ഇതിൽ മറ്റുള്ളവർ ഹെൽത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളേതായിട്ടുള്ളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. നമ്മളെ പെയിൻ, ഇപ്പം ഹോപ്നോപ്നോ ഏതൊരു കാര്യത്തിനും എന്ത് കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് ഹോപ്നോപ്നോ എന്ന് പറയുന്നത്. അന്നേരം അതിൽ പറയേണ്ട 4 വേർഡ്സ്, ഇനി 4 വേർഡ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികളാണ് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ആം സോറി. ഇതിൽ ഒരാൾ ചോദിച്ചിരുന്നു ഏതാണ് ഹോപ്നോപ്നോ എന്ന് പറയുന്നത്. 4 വേർഡ്സാണ് ഹോപ്നോപ്നോ ഉള്ളത്. ഐ ആം സോറി, രണ്ടാമത്തെ പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ജസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്യാം. ഈ 4 വേർഡ്സും നമ്മൾ നിരന്തരമായിട്ട് അത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പം പണത്തിനോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഡിയർ മണി, ഐ ആം സോറി എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ഡിവൈൻ, അതായത് പണം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ എനർജിയാണ്. അതിനോടാണ് നിങ്ങൾ സോറി പറയേണ്ടത്. കാരണം നമ്മളെ മീൻസ് നമ്മളെ രാഷ്ട്രത്തിലുള്ള ഹിന്ദു ആചാരപ്രകാരം, അല്ലെങ്കിൽ ഹിന്ദു ഫിലോസഫിയിൽ പണത്തെ ലക്ഷ്മി ദേവിയായിട്ടാണ് കാണുന്നത്. അതൊരു ഡിവൈൻ ഗോഡസ് ആയിട്ടാണ് കാണുന്നത്. അതാണ് ആ ഒരു ഡിവിനിറ്റി ആയിട്ടാണ് നമ്മൾ കണ്ടെത്തി, അല്ലെങ്കിൽ അതിനെ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ ചേഞ്ചസ് വരും. അല്ലാതെ പണം ചെകുത്താൻ്റെ കയ്യിലെ ആയുധമാണ് എന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ സമ്പന്നനാകാൻ പറ്റില്ല. അതിലേക്ക് നമുക്ക് കടക്കാം. അതിൽ ആ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, പണത്തെക്കുറിച്ചുള്ള ഒരു അബദ്ധധാരണയാണ് എത്ര പണം ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും, പണമല്ല സന്തോഷത്തിൻ്റെ ഉപാധി, അല്ലെങ്കിൽ സ്കെയിൽ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെന്തൊന്നും പറയാത്തത്? അങ്ങനെ കേട്ടിട്ടുണ്ടോ?
പണം എത്ര ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടതെന്ന് പറയാ? കേട്ടിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ വേർഡാണ് നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണമുള്ള എല്ലാം തന്നെ തെറ്റായ രീതിയിലൂടെയാണ് പണം ഉണ്ടാക്കുന്നത്. അത് വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം എൻ്റെ നാട്ടിലെ കോടീശ്വരന്മാരെ പൈസക്കാരെ കാണുന്ന സമയത്ത് എനിക്ക് ദേഷ്യമാണ്. അവർ എന്താണ് ഇതേപോലെ കള്ളക്കടത്ത്, ഇതേപോലെ ഡ്രഗ് കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്ന ചിന്തയായിരുന്നു എനിക്ക് പണ്ട് ഉണ്ടായിരുന്നത്. അന്നേരം ആ ഒരു പാറ്റേൺ ഉണ്ടായതിനു ശേഷം എൻ്റെ ലൈഫിൽ എനിക്ക് കോടീശ്വരന്മാർ കാണുന്നത് തന്നെ വെറുപ്പാണ്. പിന്നെ എൻ്റെ മനസ്സിൽ എന്താണെന്നോ ചിന്ത വരിക എന്നറിയാം, ഈ പൈസയെല്ലാം അവർ ദൂത്തടിക്കുന്ന പൈസയെല്ലാം വെച്ചിട്ട് അവർക്ക് ചാറ്റ് ചെയ്താൽ പോരെ, എന്തിനെങ്ങനെ അനാവശ്യമായിട്ട് പണം ചിലവാക്കുന്നത് എന്നുള്ള ചിന്തയെല്ലാം നമുക്ക് ഉണ്ടാവും. ഇതെല്ലാം നമ്മളിൽ മണി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതിൽ ഇപ്പം പറഞ്ഞ പോയിന്റാണ്, പൈസക്കാരിൽ എന്തിനാ ഇങ്ങനെ പൈസ അനാവശ്യമായി ചിലവഴിക്കുന്നത്, അവർക്ക് സിമ്പിളായി ജീവിച്ചാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മളിൽ മണി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു വേർഡാണിത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരധ്വാനിക്കുന്ന പണമാണ്. അവരെ അവരധ്വാനിക്കുന്ന പൈസ അവർക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അവർക്ക് തീരുമാനിക്കാം. അല്ലാതെ നമ്മളല്ല അതിന് അഭിപ്രായം പറയേണ്ടത്. നിങ്ങളിൽ ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു ചിന്ത എനിക്ക് പണ്ടെല്ലാം ഉണ്ടായിരുന്നു. ആ ചിന്തയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അവർ സ്പെൻഡ് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമേ സാധാരണക്കാരന് പണം കിട്ടുകയുള്ളൂ, അല്ലേ? ഇപ്പം കോടീശ്വരൻ ഒരു കല്യാണമോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യും. അത് യൂസ് ചെയ്യുന്ന ആരാണ്? സാധാരണക്കാർ, അവിടെ വരുന്ന ജോലിക്കാരും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് നൽകണമെങ്കിൽ കോടീശ്വരന്മാരുണ്ടായാൽ മതിയാവും. അങ്ങനെയുള്ളൊരു കോടീശ്വരനായിട്ട് അല്ലെങ്കിൽ ഒരു സമ്പന്നനായ വ്യക്തിയായിട്ട് നമ്മൾ മാറണം. ഇതായിരിക്കണം നിങ്ങളെ തോട്ട് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ എല്ലാം ഇപ്പം 100 രൂപ ഉണ്ടാക്കുന്ന ചാരിറ്റി കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ ഈ സമ്പന്നരെല്ലാം തന്നെ നല്ല വ്യക്തികളാണ്. അവരെല്ലാം എത്രത്തോളം, ഇപ്പോൾ യൂസഫ് അലി ആയാലും രത്തൻ ടാറ്റ ആയാലും എല്ലാം തന്നെ അവരെ പോലെ വലിയ വലിയ മഹാന്മാരെല്ലാം തന്നെ അവർ ഇങ്ങനെ സൊസൈറ്റിക്ക് വേണ്ടി എത്രയോ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു തലത്തിൽ നിന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. സമ്പന്നതയെ അല്ലെങ്കിൽ പണത്തെ കാണുന്ന സമയത്ത് ആ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണത്തെ എൻജോയ് ചെയ്യാൻ സാധിക്കും, പണത്തെ സ്നേഹിക്കാനും പണത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പണം അമിതമായ രീതിയിൽ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ പണം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാനൊരു മോശപ്പെട്ട വ്യക്തിയായി പോയോ, ആൾക്കാർ എന്ത് ചിന്തിക്കും, നല്ലൊരു വാഹനം മേടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചിന്തിക്കും, ഈ രീതിയിലുള്ള തോട്ടാണ് നമ്മളിലേക്ക് വരിക. അങ്ങനെ വരാറില്ലേ? ഞാൻ കുറച്ച് നല്ലൊരു ലക്ഷറി, നല്ലൊരു ബ്രാൻഡ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കുറച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള തോട്ട് വരാറില്ലേ? നിങ്ങൾക്ക് തോട്ട് വരാറുണ്ടോ? ചിന്ത വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് പറയുക. ഓക്കെ, അൺമ്യൂട്ട് ആയിട്ട് എന്താണ് വരുന്നത് നിങ്ങൾക്ക്? യെസ്, ജസ്റ്റ് അൺമ്യൂട്ട് ആയിട്ട് ഒന്ന് പറയാം. ഇൻട്രാക്ഷൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഞാൻ തന്നെ ഇങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അന്നേരം ഹലോ സാർ. പറഞ്ഞോളൂ. അങ്ങനെ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓള് ഫോണ് കണ്ട വലിയ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ്, പക്ഷെ ഫോണ് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇതിലൊക്കെയാണ് പോണെന്ന് വിചാരിക്കും. നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഇതിലൊക്കെ ഫോണ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ളവരൊക്കെ അങ്ങനെ പറയും. ഓക്കെ, ശരിയാണ്. അതാണ് അത് നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി. പണ്ടെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കോഴിക്കോടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മളെ ഇത് നെറ്റ് എന്ന് പറയും, മുട്ടായി തരും. അവിടെ പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് വളരെ ചീപ്പ് ക്വാളിറ്റിക്ക് കിട്ടും. 100 രൂപയ്ക്ക് ടീഷർട്ട് കിട്ടും, 100 രൂപയ്ക്ക് 150 രൂപയ്ക്ക് ഷർട്ട് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ ആദ്യം വാങ്ങിയത്. അത് പണ്ടാണ്. അത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയും. ഒരിക്കലും ഒരു പുസ്തകത്തിൻ്റെ കവർ നോക്കിയല്ല തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കോട്ട്. ഞാൻ നേരെ നമ്മളെന്താ ചിന്തിക്കുന്നത് വെച്ചാൽ, സത്യത്തിൽ അത് ഈഗോ ആയിരുന്നു, എൻ്റെ ഈഗോ ആയിരുന്നു, എൻ്റെ അടിച്ചമർത്തപ്പെട്ട ഈഗോ ആയിരുന്നു ഞാൻ ഷോ ചെയ്തത്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ നല്ല വസ്ത്രങ്ങൾ ഇടണം, നല്ല ഭക്ഷണം കഴിക്കണം, കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയെ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ വൈബ്രേഷൻ ലെവൽ ഹയറാകുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇന്ന് മുതൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈല് വലിയ ബ്രാൻഡഡ് സാധനം അല്ലെങ്കിൽ വലിയ പണമുള്ള ഡ്രസ്സൊന്നും ധരിക്കണമെന്നില്ല. ഉള്ള ഡ്രസ്സ് മനോഹരമായ രീതിയിൽ ധരിക്കുക. അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ഇപ്പം ചീപ്പ് ക്വാളിറ്റിയുള്ള ഡ്രസ്സ് വാങ്ങാതെ പൈസ മിച്ചം വെച്ചിട്ട് അല്ലെങ്കിൽ പൈസ കൂട്ടി വെച്ചിട്ട് നല്ല വസ്ത്രം മേടിക്കുക. അത്യാവശ്യം ഒരു മീഡിയം ബ്രാൻഡഡ് ഡ്രസ്സെങ്കിലും ഒന്ന് മേടിച്ചിട്ട് നിങ്ങൾ ധരിച്ചു നോക്കുക. അത് ധരിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് തോന്നും.
ആ ഒരു റെസ്പെക്റ്റിൽ നിന്നാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുക. അല്ലാതെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്തു, കാര്യങ്ങളും ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വലിയ കോടീശ്വരാണ് കാര്യങ്ങൾ ചിന്തിക്കാതെ ഒരിക്കൽ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതി ആദ്യം തന്നെ മാറ്റിയെടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല ഡ്രസ്സ് ഇടുക, നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ ഒരു ദിവസമെങ്കിലും, മീൻസ് ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലിൽ പോയിട്ട് ഒരു ചായയെങ്കിലും, പറ്റെങ്കിലും ഒരു ചായ, ഏകദേശം എത്ര രൂപയുണ്ട്, 120-130 രൂപയായിട്ടാണ് ഒരു 5 സ്റ്റാറിലെല്ലാം ഉണ്ടാകുക. ഇപ്പം ക്യാപ്രച്ചിനോ ഒരു ഇങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ക്യാപ്രച്ചിനോ 250 രൂപീസേ ഉണ്ടാവുകയുള്ളൂ. അതൊന്ന് കഴിക്കുക. അത് കഴിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് നിങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ എന്ത് ചിന്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കറി വീട്ടിലെ അടുക്കളയിൽ പണി ചെയ്യുകയാണ്, ഭർത്താവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളൊരു കോടീശ്വരനായി മാറുന്നില്ലേ. അങ്ങനെ ചിന്തിക്കാതെ ഈ പാറ്റേൺ, നമ്മുടെ അലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ പറയുന്ന ഒരു കാര്യമാണ്, പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുക. ഇപ്പോൾ അലൈൻമെൻറ്റ് മാസ്റ്ററി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും ആയിരുന്നു ബാച്ച്. അതിൽ ഹീലിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. എന്നാൽ അതിൽ പറയുന്നതാണ്, ഇത് നിങ്ങൾ സെയിം പാറ്റേണിൽ പോവുകയാണെങ്കിൽ സെയിം ലൈഫാണ് ഉണ്ടാകുക. പാറ്റേണിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ലക്ഷറി ഹോട്ടൽ ഏതാണ് നിങ്ങളുടെ നാട്ടിലെ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതാണ് ലക്ഷറി ഹോട്ടൽ? അറിയില്ലാത്തൊരു നോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ കാണുന്നതാണെങ്കിൽ ഏതാണ് ലക്ഷറി, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ലക്ഷറി ഹോട്ടൽ, 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടൽ? ഹയാത്ത് എറണാകുളത്താണ്. ഏതാണ് അറിയില്ല ആർക്കും? നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ലക്ഷറി തൃശ്ശൂർ. അറിയില്ല. മഞ്ജുഷ, നല്ല കാര്യം. അറിയില്ലെങ്കിൽ സെയ്ത്തൂൺ, ലേമറിഡിയൻ. അറിയില്ല. ഓക്കെ, നല്ല കാര്യം. സത്യസന്ധമായ രീതിയിൽ പറഞ്ഞോളൂ. നിങ്ങൾക്ക് അറിയാതെ വെറുതെ ഫേക്ക് ചെയ്യണ്ട. അറിയില്ലെങ്കിൽ അറിയില്ല. അപ് ഡൗൺ അറിയില്ല. നോ ഐഡിയ. കുറേ പേര് ഇതിൽ ഏകദേശം കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരു 85% പേരും അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ലക്ഷറി ലൈഫിലേക്ക് അല്ലെങ്കിൽ ലക്ഷറി ആഗ്രഹിക്കുന്ന സമയത്ത് ലക്ഷറി ലൈഫ് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പണ്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് സർവീസ് എഞ്ചിനീയർ ആയിട്ടാണ് ജോലി കിട്ടിയത്. CCD എന്ന് പറയും, കഫേ കോഫിയുടെ. അന്നേരം ഒന്നും എനിക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഡൗൺ ടൗണ്, ഹോളിഡേ ഇന്ന്, പിന്നെ ഇങ്ങനെ ക്രൗൺ പ്ലാസ, അതുപോലെയുള്ള വലിയ വലിയ ഹോട്ടൽസ് ഞാൻ കാണുമായിരുന്നു. ഞാൻ ചിന്തിക്കുക അന്നേരം ഒരു ദിവസമെങ്കിലും അവിടെ ഒന്ന് കയറിയാൻ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കാണുമെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ആ ഹോട്ടൽസ് എല്ലാം തന്നെ 1, 2, 3 ദിവസം എല്ലാം തന്നെ താമസിച്ചിട്ടുണ്ട്. അന്നേരം നമ്മളുടെ ആ പാറ്റേൺ ഇപ്പം ഞാൻ എന്താ പറയാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിന് എക്സ്പീരിയൻസ് ഇല്ലാത്തടത്തോളം കാര്യം നിങ്ങളൊരു പഞ്ചസാരക്ക് മധുരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് മധുരം എന്താണെന്ന് നിങ്ങൾക്ക് മറ്റുള്ളവർ അറ്റ്ലീസ്റ്റ് പറയാൻ സാധിക്കുക. അതായത് നിങ്ങൾ ലക്ഷറി ലൈഫ് എന്താണെന്ന് നിങ്ങൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യണം. അതിൻ്റെ ഫീലിംഗ് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ലക്ഷറി ആയിട്ടുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങളൊരു കോഫി എന്തെങ്കിലും ഒന്ന് അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ തോട്ട് ലെവൽ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് തന്നെ ചേഞ്ച് ആവും. ഇപ്പം ഞാൻ തന്നെ ഹോളിഡേ എറണാകുളത്ത് പോകുന്ന സമയത്ത് ഞാൻ ഫേമസ് ആയിട്ടുള്ള നടന്മാരെല്ലാം കണ്ടിട്ടുണ്ട്. അന്നേരം നടന്മാരെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. നാട്ടിൽ കാണുന്ന സമയത്താണ് അയ്യോ ഈ നടന്മാർ വന്നു സെൽഫി എടുക്കേണ്ട കാര്യങ്ങൾ. അതായത് നമ്മൾ അവിടെ നമ്മളെ അപ്പുറത്ത് തന്നെ ഇപ്പോൾ സുരാജ് എന്ന് പറഞ്ഞ നടനും അതോടൊപ്പം തന്നെ ടൊവിനോ എല്ലാം വന്നിരുന്നു. നമ്മളെ തൊട്ട് മുന്നിലുണ്ടാവും, പക്ഷേ സെൽഫിയോ കാര്യങ്ങളോ എടുക്കാൻ തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈക്വലാണ്, അവർ നമുക്ക് ഈക്വലാണ് ഇരിക്കുന്നത്. നമ്മളെക്കാളും വലിയ സെറ്റപ്പ് ഒന്നുമില്ല, നോർമലായിട്ടുള്ള ആൾക്കാരാണ്. അവർ ആ ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങളൊരു നേരെ മറിച്ച് ടൗണിൽ കാണുന്ന സമയത്ത് അവരോട് സെൽഫി എടുക്കണം. അന്നേരം നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും, നിങ്ങളെ ലോ ആയിരിക്കും. നേരെ മറിച്ച് ഒരു ഹോളിഡേ അല്ലെങ്കിൽ ഹയാത്ത് ഹോട്ടലിൽ നിങ്ങൾ ആരെയും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും, പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. അവിടെ പോവുകയാണെങ്കിൽ അവിടെ ഒരു റഷോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവരെല്ലാം ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവരെല്ലാവരും സമ്പന്നരാണ്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എൻജോയ് ചെയ്യാതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പുവർ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും താഴാൻ സാധിക്കില്ല. നിങ്ങളെ വൈബ്രേഷൻ ലെവൽ ഹയർ ആകുകയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നു മുതൽ ആ ഒരു ലെവലിലുള്ള ഒരു ദിവസമെങ്കിലും ജസ്റ്റ് ഒരു മാസത്തിൽ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക,
ഒരു കോഫിക്ക് ഒരു 150-200 രൂപ മാത്രമേ ഉള്ളൂ. ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം കുറേ ഭയം ഉണ്ടാവും. അയ്യോ അവരെന്ത് ചിന്തിക്കും, എൻ്റെ ഡ്രസ്സ് എന്ത് ചിന്തിക്കും, കാര്യങ്ങൾ ചിന്തിക്കും. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ്. ആ ഭയത്തെ മറികടക്കാൻ ആദ്യം തന്നെ പോകുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സിൽ കോൺഷ്യസ് ആവും. അയ്യോ എൻ്റെ ഡ്രസ്സ് ഇത് പോരല്ലോ, ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് മാറും. അന്നേരം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എല്ലാത്തിടത്തോളം കാലം രാവിലെ നമ്മൾ ഇപ്പം ലേഡീസ് ആണ് എങ്കിൽ രാവിലെ ഒരു മാക്സി ഇട്ടിട്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും, പിന്നെ ഇങ്ങനെ ഭർത്താവിൻ്റെ കാര്യങ്ങളും ചെയ്തോടും, പിന്നെ കിടന്നുറങ്ങും. എന്നാൽ അവർ സ്വപ്നം കാണുന്നത് എന്താണ്? ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫും കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാനിഫെസ്റ്റേഷൻ സംഭവിക്കില്ല ഒരു ദിവസമെങ്കിലും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ഡ്രീം ജേണിൽ എഴുതി വെക്കുക. 28 ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്നില്ലേ, അതിൽ നിങ്ങൾ നാട്ടിലെ ലക്ഷറീസ് ഹോട്ടൽ, ഇതിൽ അറിയാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഏതാണ്, ജസ്റ്റ് 5 സ്റ്റാർ ഹോട്ടൽ നിയർ മീ എന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ തന്നെ പറഞ്ഞുതരും ഏതാണ് 5 സ്റ്റാർ ഹോട്ടൽ എന്നുള്ളത്. അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ മതിയാവും. എല്ലാ ജില്ലകളിലും ഉണ്ട് 5 സ്റ്റാർ ഹോട്ടൽ നിയർ മീ എന്ന് പറഞ്ഞ് അടിക്കുക. നിങ്ങൾക്ക് അത് അവിടെ കാണാൻ സാധിക്കും. അവിടെ പോകുന്ന സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വലിയ ആൾക്കാർ വലിയ ഡ്രസ്സ് എല്ലാം ഇട്ടിട്ടുണ്ടാവും. നിങ്ങളും അതേപോലെ തന്നെ ഒരു വലിയ ആളെന്ന രീതിയിൽ ഒരു മീൻസ് നമ്മൾ എന്തെങ്കിലും ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വലിയ ടേബിളോ അല്ലെങ്കിൽ വലിയ സീറ്റിംഗ് ആയിരിക്കും, അതിൽ കൂടിയിരിക്കുക, നിങ്ങൾ അതിൽ നിവർന്നിരിക്കുക. നമ്മളിരിക്കില്ലേ രാജാവിനെ പോലെ, അങ്ങനെ ഇരിക്കുക, ഫീൽ ചെയ്യുക, കാലെല്ലാം നിവർത്തി വെക്കുക. ഒന്നും തന്നെ നമ്മൾ നെവർ മൈൻഡ് മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നത് ഏത് ചിന്തിക്കും. കാരണം എന്താണ്, നമ്മൾ അവരെ ഈക്വൽ ആണെന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, അതാണ് ആ ഒരു ലെവലിൽ നിങ്ങൾ നിൽക്കുക. ആ ഒരു ഹാബിറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ മെയിനായിട്ട് ഇത് പെയ്ഡ് ക്ലാസ്സിൽ കൊടുക്കുന്ന കാര്യമാണ്. ജസ്റ്റ് നിങ്ങളെല്ലാം വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തികളാണ്, ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വെൽത്ത് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ വെൽത്ത് എനർജി എന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? എല്ലാം റെഡിയാണോ അതിന്? റെഡിയാണെങ്കിൽ റെഡി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഏകദേശം നമ്മളെ 100 മെമ്പേഴ്സിന് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. 99 മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. സാർ നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്നും പോവാത്ത കാരണം അവിടുത്തെ ബില്ലോ കാര്യങ്ങളോ അതെങ്ങനെ ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിന് ആകെ ഒരു 150 രൂപ 200 രൂപ 250 രൂപ ഒരു 1000 രൂപ കയ്യിൽ വെച്ചാൽ മതി. സത്യം പറഞ്ഞ അവിടുത്തെ എൻട്രി വരെ എങ്ങനെയാന്ന് അറിയില്ല. ഇല്ല, അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ അറിയുന്ന കാര്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ പാറ്റേൺ തന്നെയാണ് പോവുക. അറിയാത്തൊരു കാര്യം ഒന്ന് ചെയ്യാം. ഇത് പാറ്റേൺ ഇപ്പം നിങ്ങൾക്ക് പറ്റുന്ന, ഇപ്പം നിങ്ങൾക്ക് 5 സ്റ്റാർ വേണമെന്നില്ല, ഒരു 3 സ്റ്റാർ നാട്ടിലെ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് പോയാൽ മതി. ഇപ്പം 5 സ്റ്റാർ പോകും ഭയം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് നാട്ടിലെ ഏറ്റവും അത്യാവശ്യം നല്ലൊരു ഹോട്ടലിൽ പോവുക. അത് നിങ്ങൾ ഡെയിലി പോകുന്നത് അല്ലെങ്കിൽ മന്ത്ലി പോകുന്നതായിട്ടുള്ള ഹോട്ടലായിരിക്കും. നിങ്ങൾക്കൊരു അൺഅപ്രോച്ചബിൾ ആയിട്ടുള്ള, ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ അതിലെ ഉള്ളെന്താണെന്ന് അറിയില്ല എന്നുള്ള ഒരു തോട്ട് വരുന്ന ഹോട്ടൽ വേണം തിരഞ്ഞെടുക്കാൻ. ക്ലിയർ ആയോ? അത് എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ ഞാനത് എൻ്റെ ഒരു മെൻറ്ററിന്ന് പഠിച്ചതാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സമയത്ത് മീൻസ് കുറേ തവണ അദ്ദേഹം ബിസിനസ്സിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 500 രൂപ അല്ലെങ്കിൽ 100 രൂപ 200 രൂപ നേരെ അതിൽ ഹയാത്തിൽ, എറണാകുളത്താണുള്ളത്, എറണാകുളത്തെ ഹയാത്ത് 500 എത്രയോ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഏറ്റവും മിനിമം അല്ലെങ്കിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള കോഫിയോ കാര്യങ്ങളോ കുടിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും, രാജാവിനെ പോലെ ഇരുന്നിട്ടാണ് കുടിക്കുക. കുടിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യും, സോഫയിൽ കുറച്ച് നേരം ഇരിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യണം ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു ഐഡിയ വരും, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ വരും. കാരണം എന്താണ്, ആ ഒരു വൈബുണ്ട്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊരു റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നു എന്ന് കരുതുക. റൂമിൽ നിന്ന് ചിന്തിക്കാതെ നിങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലം ഇപ്പം പാർക്കിലോ അല്ലെങ്കിൽ അടുത്തുള്ള ബീച്ചിലോ പോയിട്ട് ഇരുന്നിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഉത്തരങ്ങളും കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻസ് വേറെ ലെവലിൽ നിന്നാണ് കിട്ടുക. കാരണം നമ്മളെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ നമ്മളെ സാഹചര്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഡൗൺ ടൈം ഇന്ന് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രോജക്റ്റ്, കോടികളുടെ ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത്. നവീൻ നടരാജ് എന്നാണ് പേര്. അദ്ദേഹത്തിന് ആ ബിസിനസ്സിലേക്ക് എത്താൻ സാധിച്ചു. അതാണ് അദ്ദേഹത്തിന് തകരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വൈബ്രേഷൻ ലെവലിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാസ്ക് ചെയ്യേണ്ടത്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് എൻ്റെ അനുഭവമാണ്. ക്ലിയർ ആയോ? ഓക്കെ,
നേരം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹോപ്പിനോപ്പിനെ യൂസ് ചെയ്യേണ്ട കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നീ മുതൽ നമ്മൾ ചെയ്യേണ്ട ടാസ്ക് എന്ന് വെച്ചാൽ 28 ആഗ്രഹങ്ങൾ എഴുതി വെച്ചു അല്ലേ. 28 ആഗ്രഹങ്ങളിൽ ഓരോ ആഗ്രഹങ്ങളും നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവന്നിട്ട് അത് വിഷ്വലൈസും ചെയ്യാം. പിന്നെ നമ്മൾ നാളെ മുതൽ ഒരു മെഡിറ്റേഷൻ നൽകുന്നത് ഹോപ്പിനോപ്പിനോ മെഡിറ്റേഷൻ. അത് ഇയർഫോൺ വെച്ചിട്ട് കേട്ടിട്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, ആ ഒരു ആഗ്രഹത്തെ മനസ്സിൽ കണ്ടിട്ട് ആ ഒരു 4 പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നല്ല ചേഞ്ചസ് വരും. ഓക്കെ, ക്ലിയർ ആയോ? അത് ഇന്ന് ഒരു ആഗ്രഹം തിരഞ്ഞെടുത്തു, അത് വിഷ്വലൈസ് ചെയ്യാം, അത് എക്സ്പീരിയൻസ് ചെയ്യാം. എന്നിട്ട് അത് അടുത്ത ദിവസം നമ്മൾ രണ്ടാമത്തെ ആഗ്രഹം തിരഞ്ഞെടുക്കുക, അത് വിഷ്വലൈസ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാം. വിഷ്വലൈസേഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഈ ഒരു വിഷ്വലൈസേഷൻ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എത്ര പേർക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്? സാർ എനിക്ക് വിഷ്വലൈസേഷൻ ക്ലിയർ അല്ല. ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ മെഡിറ്റേഷനിൽ അങ്ങനെ ഒരു പിക്ചറേ വരാറില്ല. ഇല്ല, പിക്ചർ വരാറില്ല. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേന എടുക്കുക, ജസ്റ്റ് പേന എടുക്കുക, എന്നിട്ട് നോക്കുക, കണ്ണുകൾ അടക്കുക, എന്നിട്ട് ജസ്റ്റ് കാണാൻ പറ്റുന്നത് നോക്കുക. നമ്മളെ വിഷ്വൽ മെമ്മറീസിനെ നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്യണം. നമ്മൾ വോക്കൽ കാര്യത്തെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത്. അതേപോലെ വിഷ്വൽ മസിൽസിനെ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കണം. നിങ്ങളൊരു പേന എടുക്കുക, കണ്ണ് നോക്കുക, കണ്ണുകൾ അടക്കുക, അതിനെ കാണാൻ വേണ്ടി അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ലെറ്റേഴ്സ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കുക. ഇത് എനിക്കൊരു ക്ലാസ്സിന് മനസ്സിലായ കാര്യമാണ്. ഈ വിഷ്വലൈസേഷൻ ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾ, പേന, പെൻസില്, റേസർ, ചെറിയ കാര്യങ്ങൾ എടുക്കുക, കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ എടുക്കേണ്ട. അത് കണ്ണടക്കുക, ഒരു 3 മിനിറ്റ് നോക്കുക, കണ്ണടക്കുക, അത് കാണാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ നിങ്ങളുടെ വിഷ്വൽ മസിൽസ് സ്ട്രോങ് ആവുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സും സ്ട്രോങ് ആവും. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെ വിഷ്വലൈസ് ചെയ്തു. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ 11 തവണ നിങ്ങളുടെ ആഗ്രഹങ്ങൾ രാവിലെയും രാത്രിയും ഒന്ന് എഴുതി വെക്കുക. 11 തവണ എഴുതി വെക്കുക നമ്മളെ ആഗ്രഹങ്ങൾ 11 തവണ. രാവിലെ ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഇന്ന ജോലി വേണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം, അത് ഇങ്ങനെ ഇന്ന സ്ഥലത്തിന് പോകാൻ സാധിച്ചതിന് പ്രപഞ്ച ശക്തിക്കാന്ന് പറയുന്നു. 11 തവണ എഴുതി വെച്ചോ, രാത്രി അത് എഴുതി വെച്ചോ. അടുത്ത ദിവസം എന്ത് ചെയ്യുക, രണ്ടാമത്തെ ആഗ്രഹം എടുക്കുക, അത് എഴുതി വെക്കുക. അതിന് മുൻപായി നമ്മൾ ഹോപ്പിനോപ്പിനോ മെഡിറ്റേഷൻ ചെയ്യണം. എന്നിട്ട് വേണം ഇത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. അതെന്താണ് പറയാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഡിറ്റേഷൻ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ എഴുതുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസും കൂടുതൽ ഫീലിങ്ങും നമ്മളെ ആഗ്രഹത്തിന് കൊടുക്കാൻ സാധിക്കും. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ നേരെ എഴുതുകയാണെങ്കിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇതെന്തോ നമ്മൾ രാവിലെ ബാത്റൂമിൽ പോകുന്ന പോലെയുള്ള എക്സ്പീരിയൻസ് ആയി പോകും ഇത്. അതുകൊണ്ട് നിങ്ങൾ ആ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഈ ഒരു 11 തവണ, അത് എല്ലാവർക്കും താല്പര്യമില്ലാത്തവർ, അതാണ് ഞാൻ പറഞ്ഞത്, ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്കത് പറ്റിയെങ്കിൽ എഴുതുക. ഇൻ കേസ് അത് താല്പര്യമില്ല, അല്ലെങ്കിൽ എഴുതുന്ന ഭയങ്കര ബോറിംഗ് ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഒരു ടെൻഷനായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് നെഗറ്റീവായിട്ടുള്ള ഫലമാണ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഈ ടാസ്ക് ലാസ്റ്റ് പറഞ്ഞത്. ഇപ്പം ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ക്ലിയർ ആയോ? ഓക്കെ, ഇനി എൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതിന് ശേഷം നമ്മൾ മെഡിറ്റേഷൻ, ഒരു വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. എൻ്റെ ഡൗട്ട്സോ കാര്യങ്ങളോ എക്സ്പീരിയൻസോ ഷെയർ ചെയ്യാം. എൻ്റെ ഡൗട്ട്സ് ഉണ്ടോ? കുറേ കാലമായി നമ്മൾ ലൈവ് ചെയ്യാത്തത്, അതുകൊണ്ടാണ് ചോദിച്ചത്. എൻ്റെ ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. സാർ ഞാൻ ഇന്നർ ചൈൽഡ് മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടി എന്റെ ഉള്ളിൽ കൂടുതലായിട്ടും വരുന്നത് എന്നെ വിഷമിപ്പിച്ച വേറെ ആരുടെ ഒരു മുഖമോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തികളോ അല്ല വരുന്നത്. ഒക്കെ ഞാൻ ചെയ്ത ആക്ഷന്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്ക് ഈ വിഷമങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് കാരണം ഇന്നർ ചൈൽഡ് മെഡിറ്റേഷനും എനിക്ക് ശരിക്കും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ മുന്നേ പറഞ്ഞത്, ഈ സംഭവിച്ച കാരണങ്ങൾക്ക് ഉത്തരവാദിത്വം നിങ്ങളും കൂടിയാണ്. അതെ അതെ, അത് സെൽഫ് ഞാനാണ് എന്നെ വിഷമിപ്പിക്കാൻ കാരണം ഞാനാണ്. അതെ, സെൽഫ് ഓർഗനൈസ്. ചെയ്താൽ മതി. സെൽഫ് ഹോപ്പിനോപ്പിനോ ചെയ്താൽ മതി. സെൽഫ് ഹീലിംഗിന് വേണ്ടി ഹോപ്പിനോപ്പിനോ ചെയ്താൽ മതി.
അപ്പൊ നമ്മൾ ഫസ്റ്റ് സെൽഫ് ഓപ്പൺ അപ്പ് ചെയ്യുക, അതിനുശേഷം പിന്നെ നമുക്ക് ഒരു ആഗ്രഹം വിചാരിച്ചിട്ട് അത് വീണ്ടും അത് ചെയ്യാം, ഇപ്പൊ അങ്ങനെ ഇപ്പൊ തന്നെ ചെയ്യണം. നാളെ സെൽഫ് ഹീലിംഗ് ഓപ്പനോ ചെയ്ത് ശേഷം പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ആയി തോന്നുന്നത്, അതായത് സെൽഫ് ഹീൽഡാണ്, എനിക്ക് എല്ലാത്തിനെയും അംഗീകരിക്കണം, എനിക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹങ്ങളിലേക്ക് കടക്കുക. അല്ലാതെ നിങ്ങളൊരു മുറിവ് പറ്റിയിരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ആഗ്രഹങ്ങൾക്ക് പറയുക കാര്യങ്ങളിലല്ല പോകേണ്ടത്. നിങ്ങൾ ആദ്യം ആ മുറിവിനെ ഹീൽ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് പണം വേണം, നല്ല ബന്ധങ്ങൾ വേണം, നിങ്ങൾക്ക് ജോലി വേണം. എല്ലാത്തോടത്തോളം കാലം നിങ്ങൾ മുറിവിലാണുള്ളത്, നിങ്ങളുടെ ബ്ലഡ് ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്തിനോ പുറകെ പോവുകയാണ്, അവസാനം നിങ്ങൾക്ക് അതുമില്ല ഇതുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥ എത്തും. അതാണ് സെൽഫ് ഹീലിംഗ്. ഇപ്പം ഞാൻ തന്നെ അലൈൻമെൻറ്റ് മാസ്റ്ററി, അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ കോഴ്സുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു, നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ബാച്ചിൽ ഇപ്പം രാവിലെ ഈവനിങ് ആയിട്ട് രണ്ട് ബാച്ചായിട്ട് നടത്തുന്നത്. ആ ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ ക്ലാസ്സിൽ കയറുന്നത്. അതിൽ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് പലരും കരഞ്ഞിട്ടുണ്ട്, പലരും ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. മീൻസ് നമ്മൾ ഈ ഒരു ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഈവൻ നമ്മൾ ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് അതിൽ കൊടുക്കാറ്. അത് ചെയ്യുന്ന സമയത്ത് പലരും ഇമോഷണലി, ഞാൻ തന്നെ ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഞാൻ ഇമോഷണലായി കരയാറുണ്ട്. കാരണം എന്താണ്, നമ്മളെ വൂൺസ് നമ്മൾ എത്രത്തോളം ഹീൽ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ചില വൂൺസ് വരും. ഇപ്പം നിങ്ങൾ ബോധപൂർവ്വം നിങ്ങളൊരു വേദനയെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ചിലപ്പം ആ വേദന ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വേദന വരും, പിന്നെ അടുത്ത വേദന വന്ന് ഹീൽ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിന് സമാധാനം വരും. ഇപ്പം നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഈവൻ ഹോപ്നോമിനോ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രസൻറ്റ് സിറ്റുവേഷൻസുള്ള വേദനകളാണ് വരിക. അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വേദന, നമ്മളെ ഒരു വേസ്റ്റ് മുകളിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അതിനേക്കാണ് ചീഞ്ഞ വേസ്റ്റ് ആയിരിക്കും താഴെ ഉണ്ടാകുക. അതാണ് സെൽഫ് ഹീലിങ്ങിൻ്റെ പ്രത്യേകത. ഓരോരോ ചീഞ്ഞ വേസ്റ്റും ആണ്. പിന്നെ കുട്ടിക്കാലത്തേക്ക് പോകുകയാണെങ്കിൽ നല്ല വേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക, നല്ല സ്മെല്ലുള്ള വേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അതിനെ ഹീൽ ചെയ്യുക. നിങ്ങൾക്ക് പ്രസൻറ്റ് സിറ്റുവേഷനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ അംഗീകരിക്കാനെല്ലാം തന്നെ സാധിക്കും. ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണ് എന്നൊക്കെ രീതിയിൽ നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കും. പക്ഷേ കുട്ടിക്കാലത്തെ നിങ്ങളോട് ഒരിക്കലും തന്നെ നിങ്ങൾക്ക് സമാധാനിപ്പിക്കാൻ പറ്റണമെന്നില്ല. അവിടെയാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പ്രസൻറ്റ് സിറ്റുവേഷൻ ആദ്യം ഹീൽ ചെയ്ത് വരുന്നതനുസരിച്ച് നിങ്ങളെ ഇന്നർ ചൈൽഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. മറിച്ച് നിങ്ങൾ നല്ലൊരു ഹീലറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളെ പ്രസൻറ്റ് സിറ്റുവേഷനെ ഹീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇന്നർ ചൈൽഡിനെ പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? സാറിന്റെ മാസ്റ്റർ ക്ലാസ് ഇനി അടുത്ത കോഴ്സ് അടുത്ത കോഴ്സ് തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം, അതൊന്നും വിഷയമില്ല. ഞാൻ കോഴ്സിനെ കുറിച്ച് എങ്ങനെ പറയാറില്ല. നമ്മൾ ഇനി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അല്ല സാർ, എനിക്ക് അന്ന് എന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷെ ഇനിയൊരു സാറിന്റെ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാനുള്ള ക്യാഷ് അത് മാനിഫെസ്റ്റേഷനോടെ തന്നെയാണ്. എനിക്കത് റെഡിയായി. ഫ്രീ അമ്മ ഹോസ്പിറ്റലായിരുന്നു അല്ലേ? ഇല്ല, വേറെ ആരോ മെസ്സേജ് ഹോസ്പിറ്റലൊന്നും ആയിരുന്നില്ല. ഇല്ല, വേറെ ആരോ ഇങ്ങനെ മെസ്സേജ്. ഞാൻ പറഞ്ഞു ഫ്രീ ക്ലാസ് ഇല്ല, അന്ന് എന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്ന് വെച്ചാൽ എന്റെ കയ്യിലില്ലേ. എന്താ ജോലി? ഞാനിപ്പോ ഇൻഷുറൻസ് അഡ്വൈസർ ആയിട്ട്, ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾ അമ്മേന്റെ പൈസ ജോയിൻ ചെയ്യണ്ട, നിങ്ങൾ സ്വന്തം അധ്വാനിച്ച് പൈസ ജോയിൻ ചെയ്താൽ മതി. എത്ര വയസ്സായി? അതെ, ഞാൻ സ്വന്തമായിട്ട്, എനിക്കിപ്പോ 30 വയസ്സാവണു. നിങ്ങളാണോ കല്യാണം കഴിഞ്ഞത് ചോദിച്ചത് എന്നോട്? ഇല്ലില്ല സാർ, ഞാന് അന്ന് എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അത് വേറെ ആരോടും ചോദിച്ച് അങ്ങനെ ചെയ്യാനായിട്ടുള്ള അങ്ങനെ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതെ, എനിക്ക് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ക്ലയന്റ് എനിക്ക് ഓക്കെ ആയി. അപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് 7,000 രൂപ ക്രെഡിറ്റ് ആയി. അപ്പൊ എനിക്കിപ്പോ ഉണ്ണിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്. അത് 4,000 ഒരു 5,000 അടച്ചാലും എന്നാലും കുറച്ച് പൈസ ഒക്കെ ഉണ്ടാവും എനിക്ക്. പിന്നെ കുറച്ച് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാൽ മതിയല്ലോ. അപ്പൊ അത് എനിക്ക് സന്തോഷമായി. കാരണം ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ജോയിൻ ചെയ്യണം. തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, അതൊന്ന് വാങ്ങിച്ചിട്ട് വായിക്കുക. ഓക്കെ സാർ. ഞാൻ കഴിഞ്ഞ ലൈവിലെല്ലാം പറഞ്ഞിരുന്നു, ആ പുസ്തകം നല്ലൊരു പുസ്തകമാണ്. കാരണം ഇൻഷുറൻസിലല്ലേ വർക്ക് ചെയ്യുന്നത്. നമ്മൾ മെഡിറ്റേഷനിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നട്ടിൽ നിവർത്തിയിരിക്കുക. രണ്ടാമത്തെ കാര്യം ശ്വാസത്തിൽ ഫോക്കസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്ന ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. വാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് അഴിച്ചു വെക്കുക. സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെക്സ് അഴിച്ചു വെക്കുക. നമ്മള് കാല് എങ്ങനെ വെക്കണ്ടേ, അത് ഭയങ്കര ഒരു ഡൗട്ട്. എന്താണ്? നമ്മളിപ്പോ ചെയറിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലേ, ചെയറിൽ ഇരിക്കുന്ന സമയത്ത്
നമ്മള് ഇപ്പം ചെരുപ്പൊക്കെ ഇട്ടിട്ടാവും ചിലപ്പോ വീട്ടില് യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അത് ഭയങ്കര ഒരു ഡൗട്ടാണ്. അത് ഫ്ലോറിൽ കാലിങ്ങനെ അമർത്തി വെക്കണോ അതോ അല്ല, ഫ്ലോറിൽ അതൊരു കാല് ഭയങ്കര ഡൗട്ട്. വെക്കണ്ട. നിങ്ങൾ എൻ്റെ ഷീറ്റ്, ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു ഷീറ്റ് ഉണ്ട് കാലിൽ, തണുപ്പ് അനുഭവിക്കൂലേ? ആ ഇപ്പോൾ ആ ഇവൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു മെഡിറ്റേറ്റീവ് മാറ്റിലോ കാര്യങ്ങളോ ഇരുന്ന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. പല രീതിയിലുള്ള മെഡിറ്റേഷൻസും ഉണ്ട്. ഇപ്പം നമ്മൾ എർത്ത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ ഉണ്ട്. അത് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ റൂമിൽ ഇരുന്ന് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രകൃതിയിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പ് ഇങ്ങനെ ബെയർ ഫൂട്ടായിട്ട് നിന്നിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പം ചെയ്യേണ്ട മെഡിറ്റേഷനിൽ, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന മെഡിറ്റേഷനിൽ കാലിൽ മീൻസ് എന്തെങ്കിലും ഒരു ഐസൊലേഷന് വേണ്ടിയിട്ട് ഒരു തുണിയോ കാര്യങ്ങളോ വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബെഡിലോ കാര്യങ്ങളോ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കാം. ചെയ്യേണ്ട ഒരു കാര്യം, നട്ടിൽ നിവർത്തിയിരിക്കുക, ശ്വാസത്തിൽ ഫോക്കസ് ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്കൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. ഈ 3 കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക കേട്ടോ. കൈകൾ നമ്മൾ റിസീവിങ് മുദ്ര ജസ്റ്റ് നോക്കുക. ഈ മുദ്രയിലാണ് വെക്കേണ്ടത്, റിസീവിങ് മുദ്ര. ഈ കൈകൾ എന്ത് ചെയ്യുക, നമ്മളെ തൊടയുടെ മുകൾ ഭാഗത്താണ് ഇങ്ങനെ വെക്കേണ്ടത്. തൊടയുടെ മുകൾ ഭാഗത്തായിട്ട് വെക്കുക. ഇത് നമ്മളെ യൂണിവേഴ്സ് എനർജിയെ സ്വീകരിക്കുന്ന ഒരു മുദ്രയും കൂടിയിട്ടാണ്. മീൻസ് ദൈവം എന്തെങ്കിലും തരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയല്ല വെക്കേണ്ടത്, ഈ രീതിയിൽ നമ്മൾ സ്വീകരിക്കുക. ഓക്കെ, അതുകൊണ്ട് കൈകൾ തുറന്നിട്ട് തൊടയുടെ മുകൾ ഭാഗത്ത് വെക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായി അയയുന്നതായി സങ്കല്പിക്കുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പൂർണ്ണമായും ശാന്തമാകുന്നതാണ്. നിങ്ങളുടെ മസിലുകൾ, നിങ്ങളുടെ നാഡീവ്യവസ്ഥകൾ, ഞരമ്പുകൾ എല്ലാം തന്നെ അയച്ചിടുക. ഒരു രീതിയിലും ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശരീരം എങ്ങനെയാണോ ആ രീതിയിൽ സ്ഥിതി ചെയ്യട്ടെ. ശരീരം പൂർണ്ണമായും അതിൻ്റെ അവസ്ഥയിൽ നിലനിൽക്കട്ടെ. ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകിയ നിമിഷം എന്താണ്? അത് ചിലപ്പോൾ പണം സമ്പാദിച്ചതാവാം, നല്ല ജോലി നേടിയതാവാം, നല്ല വ്യക്തിബന്ധങ്ങളാവാം, സൗഹൃദമാവാം, എന്തുമാവട്ടെ. ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകിയ നിമിഷം എന്താണ്? നമ്മൾ ഉള്ളിലേക്ക് നോക്കുക. ആ സന്തോഷത്തിൽ ആണ് നിങ്ങൾ ഈ നിമിഷത്തിലുള്ളത്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ആ ഒരു സന്തോഷത്തിൻ്റെ അനുഭൂതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു സന്തോഷം നൽകിയ നിമിഷത്തിൽ ചുറ്റും ആരൊക്കെയാണ് ഉള്ളത്? എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ സന്തോഷിച്ചത്? നിങ്ങൾ ആ നിമിഷത്തിൽ എങ്ങനെയുള്ള വസ്ത്രങ്ങളായിരുന്നു ധരിച്ചത്? അതെല്ലാം തന്നെ അനുഭവിക്കുക. നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരിക. ആ ഒരു സന്തോഷത്തിൻ്റെ, ആ ഒരു ആനന്ദത്തിൻ്റെ സംതൃപ്തിയിലാണ് നിങ്ങൾ ഈ നിമിഷത്തിലുള്ളത്. നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായും ആനന്ദത്തിലാണ്. ആ ഒരു സന്തോഷകരമായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ സന്തോഷം ഓരോ കോശാന്തരങ്ങളിലേക്കും നിറയുകയാണ്. നിങ്ങളുടെ ശരീരത്തിന്
ഏതെങ്കിലും രീതിയിലുള്ള കോഴിത്തരിപ്പ് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു ആനന്ദത്തിൻ്റെ, ആ ഒരു സന്തോഷത്തിൻ്റെ വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? അത് വീടാണോ, കാറാണോ, നല്ല ജോലിയാണോ, നല്ലൊരു ജീവിത നിലവാരമാണോ? എന്തുമാവട്ടെ, ആ ഒരു വലിയ സ്വപ്നത്തെ കാണാൻ ശ്രമിക്കുക. ആ ഒരു സ്വപ്നം നേടിയെടുക്കുമ്പോൾ നിങ്ങളെ ചുറ്റും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? നല്ലൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആ ഒരു നല്ല ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബം എങ്ങനെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ മക്കൾ, അവരെല്ലാവരും എങ്ങനെ പെരുമാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഓരോ ഉയർച്ചകളിലും അവരെല്ലാവരും അഭിനന്ദിക്കുന്നു. അവരുടെ മുഖത്ത് സന്തോഷം കാണാൻ സാധിക്കുന്നില്ലേ? അത്രത്തോളം സന്തോഷത്തിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്. ആ സന്തോഷത്തെ മുഖത്തേക്ക് കൊണ്ടുവരിക. നിങ്ങൾ എങ്ങനെയുള്ള ജോലി അഥവാ ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ആ ജോലി, ആ ബിസിനസ്സിൽ എങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് ചുറ്റും വേണ്ടത്? ആ വ്യക്തികളെല്ലാവരും നിങ്ങളെ സഹായിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സഹായം അവരിൽ നിന്ന് ലഭിക്കുകയാണ്. അവരെല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ കഴിവിൽ അവരെല്ലാവരും അഭിമാനിക്കുന്നു. എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒന്ന് നോക്കൂ. എത്ര കോടികളാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ളത്? അതിൻ്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുക. ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓരോ നിമിഷവും പണം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു സന്തോഷം, ആ ഒരു പണത്തെ നിങ്ങൾ അനുഭവിക്കുക. ആ പണം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്? ഒരു വീട് നിർമ്മിക്കുമോ? എങ്കിൽ എങ്ങനെയുള്ള വീടാണ് നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത്? അതിന് ഏത് കളറാണ് നിങ്ങൾ കൊടുക്കുക? അതെല്ലാം തന്നെ മനസ്സിൽ കാണുക. നിങ്ങളുടെ വാഹനം, എങ്ങനെയുള്ള വാഹനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഏത് കമ്പനിയുടെ, ഏത് മോഡൽ കാറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ കാറിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ ശരീരം മുഴുവനും ആ ഒരു ആനന്ദത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ മുഖത്ത് ആ ഒരു സന്തോഷം കൊണ്ടുവരിക. നിങ്ങളുടെ കവിളിൽ ഒരു മന്ദസ്മിതം, ഒരു പുഞ്ചിരി കൊണ്ടുവരിക. അതെ, അത് ഭാവിയല്ല, ഈ നിമിഷത്തിൽ സംഭവിക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതത്തിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. വിശ്വാസമല്ല, അത് സത്യമാണ്. കാരണം ഞാൻ ഈ നിമിഷത്തിൽ അതിലാണ് ജീവിക്കുന്നത്. എല്ലാത്തിനും എൻ്റെ ഉള്ളിലുള്ള ദൈവികമായ ചൈതന്യത്തോട് നന്ദി പറയുകയാണ്. ചുറ്റുമുള്ള എല്ലാ വ്യക്തികളോടും, എൻ്റെ രക്ഷിതാക്കളോടും, എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ജീവിക്കുന്നത്, അതിനെ അനുഭവിക്കുക.
വീണ്ടും ശ്വാസം ദീർഘമായ ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. എല്ലാത്തിനും നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയോട് അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. കൈകൾ പരസ്പരം അലസുക. കണ്ണുകളിലേക്ക് ഊർജം പകരുക. കണ്ണുകൾ സാവധാനം തുറക്കുക. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ ആയിരുന്നു. ഞാൻ കുറേ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. സത്യം എന്റെ ഹൃദയത്തിൽ തൊട്ട് പറയുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് സാർ എന്താണെന്നറിയില്ല ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോ സാർക്കും കൂടി വേണ്ടി പറയാറുണ്ട്. സാറിന്റെ ക്ലാസ് പോലെ ഞാൻ നേരത്തെ കയറി ഒരു കുറേ തവണ ഇങ്ങനെ നോക്കി സത്യം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ക്ലാസ്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിൽ നമ്മൾ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷൻസ്. അത് എലമെന്റ് മാസ്റ്ററിൽ നമ്മൾ ഡെയിലി കൊടുക്കുന്ന എലമെന്റ് മാസ്റ്ററിൽ സത്യത്തിൽ ടെക്നിക്കോ ടൂൾസോ ഒന്നും തന്നെയല്ല, മെഡിറ്റേഷൻ തന്നെയാണ്. ഇത് ടെക്നിക്സും കാര്യങ്ങളെല്ലാം നമ്മളെ ബോധം മനസ്സിലാണ് ചെയ്യാൻ പറ്റുക. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തണമെങ്കിൽ ഒരേ ഒരു ടൂളാണ് മെഡിറ്റേഷൻ. അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ഈ ഫ്രീ ക്ലാസ് തന്നെ 3 ടൈപ്പ് മെഡിറ്റേഷൻസും ബൈനറി മ്യൂസിക്കും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എലമെന്റ് മാസ്റ്ററിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് തന്നെ ഒരു 3-4 ലെവൽസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഫോർഗിവ്നെസ്, വിഷ്വലൈസേഷൻ, അബൻഡൻസ്, ആൻസസ്റ്റേഴ്സ് ബ്ലെസ്സിംഗ് മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കുറേ മെഡിറ്റേഷൻസ് ഞാനത് തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. അങ്ങനെയുള്ള മെഡിറ്റേഷൻസ് കൊടുക്കുന്ന നമ്മൾ ഹീൽ ചെയ്ത് ഇപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവരെ എക്സ്പീരിയൻസ് ഒന്ന് പറയും. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻസ്? ഓക്കെ, കമന്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി വോയിസിൽ. സാർ സൂപ്പർ ആയിരുന്നു. ചില സമയത്ത് ആ സംഭവം ശരിയായി എന്ന് വിചാരിച്ചിട്ട് ഒരു സങ്കടം വരുന്ന പോലെ, സങ്കടം സന്തോഷം കൊണ്ടുള്ള ഒരു സങ്കടം, അത് നമ്മള് റിയൽ ആയിട്ട് ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ വരെ തോന്നി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സാർ. ഓക്കെ, സന്തോഷം. പറഞ്ഞോളൂ. ഓക്കെ, അന്നേരം ഇങ്ങനെയാണ്, അതായത് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് ഈവൻ നമ്മൾ ഒരു ഗൈഡ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സിൻസിയർ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. നമ്മളിപ്പം ബൈനറി മ്യൂസിക് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു മെഡിറ്റേഷൻ. നേരെ മറിച്ച് ഞാൻ വെറും വോയിസിൽ മാത്രമാണെങ്കിൽ പറയുമെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ബൈനറി മ്യൂസിക് അത് ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബൈനറി മ്യൂസിക്കാണ്. അത് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള മെഡിറ്റേഷൻസ് ആണ് നമ്മൾ ഫ്രീ ക്ലാസ്സിലും ഈവൻ പെയ്ഡ് ക്ലാസ്സിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ചെയ്യാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് നാളെ നമ്മൾ രാവിലെ 5 to 6 ഗ്രൂപ്പിൽ ഇത് വാട്സപ്പ് റെക്കോർഡ് ക്ലാസ്സുകളാണ്. മുൻപ് നമ്മൾ ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ട് അതിലെ കുറച്ച് ടാസ്കുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ 28 ക്ലാസ്സിൽ വാട്ടർ മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ ഇതിൽ ഹോപ്നോ ടെക്നിക്ക്, അത് ഗ്രാറ്റിറ്റ്യൂഡ് മെയിനായിട്ട് മാജിക് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഡെയിലി നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അത് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങളിപ്പം ജോലി കഴിഞ്ഞു, ഫാമിലി മീൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അറ്റൻഡ് ചെയ്താൽ മതി. ക്ലിയർ? ലൈവ് സെഷൻസ് ഉണ്ടാവാറുണ്ടോ? എന്താണ് ലൈവ് സെഷൻ? എന്താണ് സാർ ഇതുപോലെ ഇപ്പൊ ലൈവ് ക്ലാസ് ഇപ്പൊ സാർ ലൈവ് ക്ലാസ് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ഈവനിങ്ങും ഉണ്ട് ലൈവ് ക്ലാസ്. മോർണിംഗ് 5 to 6 അത് 5 to 6 6 to 7 പിന്നെ ഈവനിങ് ക്ലാസ് 8 to 9 9 to 10 അതിങ്ങനെ ബാച്ച് നടത്തുന്നുണ്ട്. അത് ഞാൻ പുതിയ ബാച്ച് തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. അത് ലൈവ് ക്ലാസ്സിൽ നമ്മൾ ലൈവായിട്ടുള്ള മെഡിറ്റേഷൻസ് കാര്യങ്ങളുണ്ടാവും. അത് ഞാൻ തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. ഓക്കെ, അതിൽ ഇവൻ ഞാൻ കൊടുക്കുന്ന മെഡിറ്റേഷൻ, ഈ മെഡിറ്റേഷൻ്റെ പ്രത്യേകത ഇപ്പം നൽകിയ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതിയാവും. നേരെ വിഷ്വലൈസേഷനിലേക്കല്ല അല്ലെങ്കിൽ നേരെ ഡ്രീംസിലേക്കല്ല കൊണ്ടുവന്നത്. നിങ്ങൾ ആദ്യം ഹാപ്പി ആയിട്ട് ഇരുന്ന് നിങ്ങളെ ഹാപ്പി വൈബ്രേഷൻ അല്ലെങ്കിൽ ഹൈ വൈബ്രേഷനിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ
നിങ്ങൾ ഡ്രീംസിലേക്ക് കൊണ്ടുപോയത്. നേരെ നമ്മൾ ഡ്രീമിലേക്ക് പോകാൻ നമുക്ക് അതിനെ ഫീൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സന്തോഷത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മീൻസ് എന്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതിന് ടേസ്റ്റ് ഉണ്ടാവും, നിങ്ങൾ സംസാരിക്കുന്ന സമയത്തും അതിൽ സ്നേഹം ഉണ്ടാവും. നേരെ മനസ്സിൽ നിങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ വരെ നിങ്ങൾക്ക് അതിൽ ടേസ്റ്റ് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളെ ഫീൽ ചെയ്യുക, ശരീരത്തിൽ ഫീൽ ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് പോവുക. അങ്ങനെ നിങ്ങളെ ആഗ്രഹം നടക്കും. ഇതാണ് മെയിനായിട്ട് ഫേക്ക് ഇറ്റ് ആൻഡിൽ യു മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ കാര്യം. അത് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാൻ തന്നെ ഇതേപോലെ തന്നെ ഫേക്ക് ഇറ്റ് ആൻഡിൽ മേക്ക്, ഞാൻ ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു, പക്ഷേ എനിക്കത് നടന്നില്ല. നേരെ മറിച്ച് ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്ത്, ഈവൻ റേക്കി, പ്രാണി ഹീലിംഗ്, സിദ്ധ ഹീലിംഗ്, അങ്ങനെ കുറേ മെഡിറ്റേഷൻസ് ഇങ്ങനെ നമ്മൾ തന്നെ ഹീലിങ്ങിൽ തന്നെ കുറേ ഹീലിങ്ങും കാര്യങ്ങളും പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഞാൻ ഹീൽഡായി. ആ ഒരു ഹീലിംഗ് പ്രോസസ്സാണ് ഞാൻ നമ്മളെ ക്ലാസ്സുകളിലൂടെ ഈവൻ ഫ്രീ ക്ലാസ്സിലും പെയ്ഡ് ക്ലാസ്സിലും തന്നെ കൊടുക്കുന്നത്. അത് പെയ്ഡിലാകുന്ന സമയത്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അത് ഞാൻ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയില്ല, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. എന്താണ് എനിക്കിത് മറന്നുപോയോ എന്നൊരു തോന്നലേ, എന്താ ഇപ്പൊ ഉണ്ടായെന്ന് എനിക്കൊരു മറന്നുപോയ മാതിരി. നിങ്ങൾ ഭയങ്കര ടെൻസ്ഡാണ്, സ്ട്രെസ് കാര്യങ്ങളുണ്ട് അല്ലേ? മറന്നുപോയി, എന്താ ഉണ്ടായെന്ന് ഇപ്പൊ മറന്നുപോയ മാതിരി. മറന്നുപോയ അതിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. വിപസന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഓവർ തിങ്കിങ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെഡിറ്റേഷൻ വിഷ്വലൈസേഷൻ അല്ല, മറിച്ച് നിങ്ങളുടെ പ്രാണനിൽ ഒന്ന് നിരീക്ഷിക്കുക. പ്രാണനിൽ ശ്രദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ ബോധത്തിലേക്ക് വരും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഇത് ഇന്നലത്തെ ക്ലാസ്സിൽ പ്രിയ ആണോ നമ്മളെ എലൈൻമെൻറ്റ് മാസ്റ്ററിലെ പ്രിയ വിഭാസന മെഡിറ്റേഷൻ ഞാൻ മുന്നേ യൂട്യൂബിൽ ഷെയർ ചെയ്തിരുന്നു. ഞാൻ ഇങ്ങനെ പോകേണ്ട ഒരു വ്യക്തിയായിരുന്നില്ല. ഒന്നെങ്കിൽ ഞാൻ ഭ്രാന്തന അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ പടുകുഴിയിലേക്ക് വീഴേണ്ട ഒരു വ്യക്തിയായിരുന്നു. കാരണം കുറേ പുസ്തകങ്ങൾ വായിച്ചു, കുറേ മോട്ടിവേഷൻ വീഡിയോസ് ക്ലാസ്സുകളിലും പങ്കെടുത്തു. എനിക്ക് എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരമാണ് വിഭസന എന്ന് പറഞ്ഞത്. നിങ്ങളെ പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ വിഭസന എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയത്. ബുദ്ധിസ്റ്റ്, അതായത് ബുദ്ധന് ബോധോദയം ലഭിച്ച മെഡിറ്റേഷനാണ് വിഭസന. നമ്മളെ ശ്വാസത്തിൽ പ്രാണനിൽ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കുറച്ചെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തത വരും. പണ്ടെല്ലാം എനിക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയുക, പശുവിനെ കുറച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിൻ്റെ ചാണകത്തെ കുറിച്ച് പറയുന്ന അവസ്ഥയായിരുന്നു ഉള്ളത്. ഇന്ന് എന്ത് പറയുകയാണെങ്കിലും എനിക്ക് ആ പോയിന്റിലേക്ക്, അതായത് നിങ്ങളെ സംസാരിച്ചിട്ട് സ്റ്റോറിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ രാവിലെ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് ശ്വാസം ശ്രദ്ധിക്കുക. ശ്വാസം ശ്രദ്ധിക്കുന്ന സമയത്ത് വരുന്നൊരു കാര്യം തോട്ട്സ് ആണ്. നിരന്തരമായിട്ട് തോട്ട്സ് വരും. ഈ തോട്ട്സ് എന്തുകൊണ്ട് വന്നു, എങ്ങനെയുള്ള തോട്ട്സ് ആണ്, ഈ തോട്ട്സ് വരാൻ കാരണം എന്താണെന്ന് ചിന്തിക്കാൻ പാടില്ല. തോട്ട്സിനെ വിറ്റ്നസ് മെൻറ്റാലിറ്റിയോടെ അഥവാ സാക്ഷി ഭാവത്തോടെ വേണം നിങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ ചിന്തകൾ നിങ്ങളല്ല, അതായത് ചിന്തകൾ നിങ്ങളതല്ല, ചിന്തകൾ മാത്രമാണ്. ആ ഒരു സാക്ഷി ഭാവത്തോടെ ബുദ്ധൻ പറഞ്ഞത് അനിത്യം, ഇതെല്ലാം തന്നെ ചിന്തകളെല്ലാം തന്നെ അനിത്യമാണ്. അങ്ങനെ ചെയ്ത് വരുന്നതനുസരിച്ച് നമുക്ക് മാറ്റം വരുന്നതായിരിക്കും. നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും, ഓർക്കാൻ പറ്റും, കോൺഷ്യസ് ആവും. ശ്വാസം നമ്മൾ വലിച്ചിട്ട് നമ്മളെ ശ്രദ്ധിക്കാൻ പറയില്ല. അപ്പൊ ഞാൻ വലിക്കുന്ന ഇങ്ങോട്ട് എനിക്ക് എന്താ അറിയില്ല, ഒരു ബ്ലോക്ക് മാതിരി ഇങ്ങോട്ട് വരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും മെഡിസിൻസ് വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ടെൻഷൻ മൊത്തം. പക്ഷെ ഡിപ്രഷന്റെ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ? എന്തെങ്കിലും അങ്ങനെ മെഡിസിൻ കഴിച്ചിരുന്നോ? ഷുഗർ കഴിക്കുന്നുണ്ട്. കഴിച്ചിട്ടില്ല. എന്തെങ്കിലും അങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ? മുന്നേ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, നിങ്ങളത് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം തന്നെ ദൈവത്തിൽ അർപ്പിക്കുക. ടെൻഷൻ വരുന്ന സമയത്ത് ഓക്കെ, നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? ഞാൻ ഭഗവതി. ഭഗവതിയുടെ എപ്പോഴും പ്രാർത്ഥനകളും കാര്യങ്ങളൊന്നും കേൾക്കുക. നമുക്ക് സമർപ്പണ ഭാവം വന്നാൽ മതി. എല്ലാം തന്നെ ദൈവത്തെ സമർപ്പിക്കുക. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം നടത്തിയിരുന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുക കേട്ടോ. അത് ഈ വിഭജനം ചെയ്യും. താങ്ക് യു സർ. താങ്ക് യു, വെൽക്കം. ഓക്കെ സാർ, എനിക്ക് വാട്സപ്പില് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ബുഷറ ഷാജിദ് എന്ന് പറയുന്ന ഒരു ഇതാ. അതിൽ നോക്കിയപ്പോ അതിലെ കോമണില് മറ്റേ 14 days ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളല്ലേ, ആ ഗ്രൂപ്പ് അതില് കോമണില് വന്ന് കിടക്കുന്നുണ്ട്. 1 ഗ്രൂപ്പ് ഇൻ കോമണില് അതില് 14 ഇൻട്രോ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പ് കണ്ടു.
അതിന്നൊരു ഇതെന്താ മൈസ്റ്റിക് പ്രയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത്. അവര് കുറെ ഈ ഇതേപോലെ മിസ്റ്റിക് പ്രയർ അങ്ങനത്തെ കുറെ പേർക്ക് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അയക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവരെ ബ്ലോക്ക് ചെയ്യാം. അതെല്ലേ, ശരി സാർ. അതിലും ബ്ലോക്ക് ചെയ്യാം. കുറെ അവരുടെ നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് അയക്കുക. അവർ റിമൂവ് ചെയ്യുന്നതാണ്. ഏതിലേക്ക് സാറിന്റെ നമ്പറിലേക്ക്? 772 എന്നുള്ള പറഞ്ഞ നമ്പർ. അവര് കുറെ പേർക്ക് ഇങ്ങനെ പേഴ്സണലി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് പ്രയർ ആണ്, നിങ്ങൾ നാളെ ജസ്റ്റ് കേൾക്കൂ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. രാവിലെ മോർണിംഗിൽ ഉണ്ട്, നിങ്ങളുടെ ഒപ്പം ഒരാളും കൂടെ പ്രാർത്ഥിക്കാൻ, അത് നിങ്ങൾക്ക് വേണ്ടി വേറൊരാളും കൂടെ പ്രാർത്ഥിക്കാൻ വരിക, അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഒരു 5 മിനിറ്റ് പ്രയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നിങ്ങളെ സംരക്ഷിക്കാൻ ആകെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ വെറും ഒരു മെന്ററോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ത് വേണമെങ്കിൽ കരുതിക്കോളൂ. ഒരിക്കലും തന്നെ വേറൊരാൾക്ക് നിങ്ങൾ രക്ഷിക്കാൻ പറ്റില്ല. ആദ്യം മനസ്സിലാക്കുക. കുറേ ഇങ്ങനെ ആൾദൈവങ്ങളെ നമ്മൾ സൃഷ്ടിക്കാതിരിക്കുക. നമ്മൾ തന്നെയാണ് നമ്മളെ ക്രിയേറ്റർ. ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഒരു പ്രോബ്ലം ഇപ്പം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ ദൈവത്തെ ആരാധിക്കുന്നതും കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലെ ആൾക്കാരാണ്. ഇത്രയും ദൈവങ്ങളുണ്ട്, അത് എല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ആർക്കാ വന്നത്? യൂറോപ്യൻസിനല്ലേ? നിങ്ങൾ ഇന്ത്യയിൽ നിൽക്കാനാണോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിൽക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഇന്ത്യയിൽ നിൽക്കാൻ. അങ്ങനെ നല്ല ലൈഫ് സ്റ്റൈൽ എവിടെയാണ്? യൂറോപ്പില്. അന്നേരം നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? യൂറോപ്പിൽ. അത്രേ ഉള്ളൂ. അന്നേരം ആ യൂറോപ്പിൽ എന്തുകൊണ്ട് ഇത്ര ഡെവലപ്മെന്റ് വന്നതെന്ന് വെച്ചാൽ അവർ കർമ്മത്തിലാണ്. അവരെ തന്നെയാണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ യോഗിയാണ്, കുറച്ച് കുറിയോ അല്ലെങ്കിൽ കുറച്ച് മിസ്റ്റിക്കോ എന്തെങ്കിലും ആയിട്ട് എനിക്ക് വേണേൽ അവതരിപ്പിക്കാം. അത് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ ആരാധകരായി മാറും. നിങ്ങൾ എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നിൽക്കും. ഞാനിങ്ങനെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് ആകെ നമ്മളെ തന്നെ ഉയർത്തിയേ മതിയാകും. നിങ്ങൾ ജോലി ചെയ്യാന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പം തന്നെ ഞാൻ തന്നെ ഹീലിംഗ് ചെയ്തു, മെഡിറ്റേഷൻ ചെയ്തു. ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ഇത് മാത്രമല്ല മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പം അതുപോലെയുള്ള ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ഇതേപോലെ ആൾദൈവങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വലിയ ഫീസ് വെക്കും. ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷമാണ് അവരെ ഇതേപോലെ ഹീലിങ്ങിന് ഇതിനുള്ള ഫീ എന്ന് പറയും. തെറ്റെന്നല്ല പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ യുക്തിക്ക് അനുസരിച്ച കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവൺ നിങ്ങൾക്ക് വെൽത്ത് വേണമെങ്കിൽ ചില ആൾക്കാരുടെ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രം കാര്യമില്ല. നിങ്ങളൊരു വീട്ടം വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബിസിനസ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ബിസിനസ് വെച്ചാൽ ഓൺലൈനായിട്ട് കുറേ അവസരങ്ങളുണ്ട്. ഡ്രസ്സിൻ്റെ ബിസിനസ് എത്രയോ പേര് ചെയ്യുന്നത്, നമ്മളെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരു സ്റ്റാറ്റസ് എങ്കിലും ഇടുക. ഇപ്പം ശ്രീലക്ഷ്മി ഇങ്ങനെ ഡോക്ടർ അശ്വിനി അത് ചെയ്യുന്നുണ്ട്. പലരും ഇതിൽ ചെയ്യുന്നുണ്ടാവും. അതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പണം വരികയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആളുടെ അനുഗ്രഹമോ അല്ലെങ്കിൽ കോഴ്സ് ചെയ്തിട്ട് കാര്യം. ഞാൻ തന്നെ നമ്മളെ ക്ലാസ്സിലെല്ലാം പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യൂ. ഇൻ കേസ് ഐഡിയ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഐഡിയ ഇല്ലെങ്കിൽ എൻ്റെ കൂടി പറഞ്ഞാൽ ഞാൻ തന്നെ മാർക്കറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈവൻ നമ്മളെ വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ്, ഇപ്പം നിങ്ങൾ വെൽത്ത് വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. ബിസിനസ്സിൻ്റെ ആ വെൽത്ത് മാസ്റ്ററി 3 കോഴ്സുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മണി മാസ്റ്ററിയിൽ കംപ്ലീറ്റ് ആയി ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ. ബേസിക് ബിസിനസ് മാസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 5,000 തുടങ്ങാൻ പറ്റുന്ന ഏകദേശം 21 ബിസിനസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ അറ്റൻഡ് ചെയ്ത കുറേ പേര് കോഴി വളർത്തൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബിന്ദു എന്ന് പറഞ്ഞാൽ അവരൊരു ഫാം സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തെ ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അനശ്വര. നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ അനശ്വര. അങ്ങനെ ചെയ്യണം. അതായത് നിങ്ങളൊരു എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? ബിസിനസ് ചെയ്യണം. ഇല്ലെങ്കിൽ മൈൻഡ് പവർ ഇതേപോലെയുള്ള ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് ആവാം. സുജാർ മോഹൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. നമ്മളെ ഇനീഷ്യൽ ടൈമിലുള്ള സ്റ്റുഡൻ്റാണ്. നല്ല ആളാണ്. അദ്ദേഹം ലൈഫ് കോച്ചിങ് ആയി. അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് എല്ലാം ഞാൻ കൊടുത്തു. അദ്ദേഹം അത് പിടിച്ച് കയറി. അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ നമ്മളെ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ്, അവർ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളായിട്ട് കിടപ്പിലായിരുന്നു. ആ ഹീലിംഗ് ഞാൻ വീണ്ടും പറയണം, ആ ഒരു ഹീലിംഗ് ചെയ്തതിന് ശേഷം അദ്ദേഹം കിടപ്പിലായിരുന്നു. സുജാർ മോഹൻ അദ്ദേഹത്തിന് അത് ചേഞ്ച് ചെയ്യാൻ സാധിച്ചത് അദ്ദേഹം ഉയർന്നു വന്നു. സ്റ്റോറീസ് നമ്മളെ യൂട്യൂബ് ചാനലെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്രയോ ട്രെയിനേഴ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഇതേപോലെ ഒരു പ്രെയറോ ഒരു മെഡിറ്റേഷനോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ച് വരും. അതായത് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ഫേക്ക് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാം. ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ് എന്ന് പറഞ്ഞ കാര്യമാണ് റോണ്ട ബെയ്ന് സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ആസ്ക്, ബിലീവ്, ആക്ട് ആൻഡ് റിസീവ് എന്നുള്ളതാണ്. ഇൻസ്പയർഡ് ആക്ഷൻസ് നമ്മൾ എടുക്കണം. ജസ്റ്റ് ഞാൻ എപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുന്ന കാര്യമുണ്ട്. ഒരു അഫർമേഷനോ ഒരു സ്വിച്ച് ബോർഡോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പണം സമ്പാദിക്കുന്നത് ഞാൻ എന്തിനാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്? ഈവൻ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് എന്തിനാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്? ഞാൻ എന്നെ തന്നെ വിമർശിക്കുകയാണ്. എന്നെ തെറിവിളിക്കുന്ന പുറമേ ഒരാൾ വേണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നെ തന്നെ വിമർശിക്കുകയാണ്. കാരണം എന്താണ്? നിങ്ങൾക്ക് അതിൻ്റെ സത്യം മനസ്സിലാവണം.
അല്ലാതെ ഞാനൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യമല്ല പറയുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരിക. അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസോ കാര്യങ്ങളോ ചെയ്തത്. കാരണം എനിക്ക് ഇപ്പം വേറെ 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പിന്നെ ഓഫീസ് ഉണ്ട്, 2-3 ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പാഷൻ്റെ ഭാഗമാണിത്. ഇത് മാത്രമല്ല എനിക്കുള്ളത്. ഇപ്പം നമ്മളെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോലേണസ് അക്കാദമി കോഴിക്കോട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ കാണാൻ പറ്റും. അത് നമ്മൾ ഏകദേശം ഒരു 3 മാസമായിക്കാണ് തുടങ്ങിയിട്ട്. ഇപ്പം തന്നെ സ്റ്റുഡൻസ് നിറഞ്ഞു കഴിഞ്ഞു, ഒരു ബാച്ച് ഫില്ലായി, ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് പെട്ടെന്ന് തന്നെ എത്തി. സോ അതേ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം എടുക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ. നമ്മളത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്തു, അത് കറക്റ്റായിട്ടുള്ള പ്രൊമോഷൻ ചെയ്തു, അങ്ങനെ ആൾക്കാരായി. അതിൽ ഞാൻ മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം മാത്രമാണ് മാനിഫെസ്റ്റേഷൻ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്കറിയാം, കണ്ടന്റ് ക്രിയേഷൻ എനിക്കറിയാം. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്തത്. അതിൻ്റെ നെറ്റ്വർക്കിലേക്ക് നമുക്ക് നെറ്റ്വർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ നെറ്റ്വർക്ക്സ് ഉണ്ട്, അതിനെ നമ്മൾ യൂസ് ചെയ്ത് ഇതെല്ലാം വരുന്ന സമയത്താണ് ഒരു സക്സസ്സിലേക്ക് പോവുക. അല്ലാതെ ഒരു മെഡിറ്റേഷനോ കാര്യങ്ങളല്ല, ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വെൽത്ത് മാസ്റ്ററിയിൽ ബേസിക് ബിസിനസ് മാസ്റ്ററി അല്ലാതെ തന്നെ യൂട്യൂബ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് ഉൾപ്പെടുത്തി. അതിൽ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം, സിമ്പിളായ രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ തുടങ്ങാമെന്നതാണ്. പലരും അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ, സോഷ്യൽ മീഡിയയിലെ പ്രസൻസ് കൊണ്ടിട്ട് അങ്ങനെ ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. അല്ലാതെ കൂട്ടപ്രാർത്ഥനയോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരും, ഇത് ഈ അനിവിന്ദിൻ്റെ ശക്തിയാണ്, അനിവിന്ദിൻ്റെ പവറാണ്. ഞാനതുകൊണ്ടാണ് ഞാനൊരു ഗുരുവായിട്ട് പോലും ഞാൻ പറയാത്തത്. ഞാൻ ഒരു മെൻറ്ററായിട്ടോ കാര്യങ്ങളായിട്ടോ കരുതിയാൽ മതി. ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അറിവ് എന്നുള്ളതാണ്. ഒരു വ്യക്തിയാകുന്ന സമയത്ത് വ്യക്തിഗത ആരാധന വരും. എൻ്റെ ഫോട്ടോ വെക്കും, നിങ്ങൾ DP ആയിട്ട് വെക്കും, ഇതെല്ലാം വെക്കും. ഇതൊന്നും കൊണ്ട് കാര്യമില്ല, അതൊന്നും കൊണ്ട് കാര്യമില്ല. നിങ്ങൾക്കാകെ കാര്യം നിങ്ങളെ ജോലിയോ കാര്യങ്ങളോ ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാതെ കുറച്ച് DPയോ ഒന്ന് ഭ്രാന്തമായ ആരാധന നിങ്ങളെ എവിടെ എത്തിക്കില്ല. നിങ്ങളെ യുക്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അവരെന്താ ചെയ്യുന്നത്, അവരവരെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത്. ഈവൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ കാര്യം ഇന്ത്യയിലുണ്ടായിരുന്നു, ഭാരതത്തിലുണ്ടായിരുന്നു. 12 നിയമങ്ങൾ അല്ല, 12 അല്ല, ഷഡ്കർമ്മങ്ങളിൽ 8 തരം കർമ്മങ്ങളുണ്ട്. സ്തംഭനം, മാരണം, ഉച്ചാടനം എന്ന് പറയുന്ന 8 തരം കർമ്മങ്ങളുണ്ട്. അതിൽ വശ്യം എന്ന് പറയുന്ന കാര്യമാണ് ആകർഷണ നിയമം എന്ന് പറയുന്നത്. വശ്യം ചെയ്യുക എന്ന് പറയില്ല. വശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതവേ എന്താണ്, ലേഡീസിനെ അല്ലെങ്കിൽ ജെൻസിനെ ആകർഷിക്കുന്ന കാര്യമാണ്. ഇത് ശരിക്കും ഇങ്ങനെ ആകർഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ധനത്തെ ആവാം, വ്യക്തികളെ ആവാം, ഓപ്പർച്യൂണിറ്റീനെ ആവാം, എല്ലാത്തിനെയും തന്നെ ആകർഷിക്കാം. നമ്മളെന്ത് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ മതത്തിൽ തന്നെ കുറേ ടൂൾസ് നമ്മൾ യൂസ് ചെയ്തു. കുറേ ടൂൾസ് മീൻസ് എന്ത് ചെയ്തു, കുറേ എണ്ണ അത് ഇത് എന്നെല്ലാം പറഞ്ഞ് യൂസ് ചെയ്തു. അത് അതിൻ്റെതായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കോറ് നമ്മൾ കറക്റ്റായിട്ട് അത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സങ്കല്പ ശക്തിക്ക് വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സങ്കല്പ ശക്തി കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്തിട്ട്. ഈ പ്രാക്ടീസിലേക്ക് മാത്രമായി പോയി നമ്മളെ ഇന്നർ സെൽഫിലേക്കുള്ള കാര്യം ചെയ്തില്ല, വിഷ്വലൈസേഷൻ ചെയ്തില്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല, ഒന്നുമില്ല. വിദേശികൾ എന്ത് ചെയ്തു, ഇതിനെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു, അവരത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിദേശികളെ, ഞാൻ അതുകൊണ്ടാണ് പറയാറ്, നിങ്ങൾ അമിതമായിട്ടുള്ള ഭക്തി പോലും പാടില്ല. ഭക്തിയും ഒരു പരിധി വരെ വെക്കുക. അമിതമായ ഭക്തി നിങ്ങളെ നശിപ്പിക്കും. ഭക്തി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഭക്തി ഒരു പരിധി വരെ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കാര്യത്തിൽ നമ്മൾ മഹാഭാരതത്തിലുള്ള ഒരു കഥയുണ്ട്. മഹാഭാരതത്തിൽ കൃഷ്ണൻ തന്നെ അർജുന മീൻസ് ഹിന്ദു വിശ്വാസ പ്രകാരമാണ് പറയുന്നത്. ഇങ്ങനെ ആ ഒരു മീൻസ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള, അതായത് പൂർണ്ണാവതാരമാണ് അദ്ദേഹം. അതുവരെ ഉണ്ടായിട്ട് അർജുനൻ പറയും, എന്നെ രക്ഷിക്കൂ അർജുന, നിനക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ നിന്റെ കർമ്മയെ ചെയ്തേ മതിയാവും എന്നുള്ളത്. അതായത് അതാണ് കർമ്മം കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുക, എന്നിട്ട് അത് ചെയ്യുക. പല ബിസിനസ്സുകൾ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടെല്ലാം ഉണ്ട്, അത് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് റിസൾട്ട് ഉണ്ടാകുക. അല്ലാതെ വെറും ഒരു ടൂളോ കാര്യങ്ങളോ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയോ? ഞാൻ ഇങ്ങനെ ഇപ്പോഴേ എനിക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കണം എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. ഇപ്പൊ ഞാൻ LICയിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. അങ്ങനെ അപ്പൊ ആ ഇൻഷുറൻസിൽ കയറി, അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യാം. അപ്പൊ അങ്ങനെ സ്റ്റാർ ഹെൽത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസിലും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും, അപ്പൊ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് MCOM ഒക്കെ ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിഷമായി തുടങ്ങി. അയ്യോ, അപ്പൊ ഞാൻ പഠിച്ചതായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിലേക്കാണല്ലോ ഞാൻ പോണേ. അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി, ഇനി എന്ത് ചെയ്യാം, അതായത് ഇത് വിടാനും തോന്നുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞുതരാം. എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതല്ല, ഈ ട്രെയിനിങ് കാര്യങ്ങൾ. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ ചെയ്യുന്നത് സൈക്കോളജി, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോളജി പഠിച്ചു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾ ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് പറഞ്ഞേ, അതെ, നമ്മളത്ര കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. കഷ്ടപ്പെട്ട് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊരു കൺഫ്യൂഷൻ, എനിക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അയ്യോ, എഞ്ചിനീയറിംഗ് ഞാൻ വിട്ടു. എഞ്ചിനീയറിംഗ് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ, NDT,
പിന്നെ ഇങ്ങനെ CAD അങ്ങനത്തെ കുറേ സർട്ടിഫിക്കറ്റ്. എനിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് 2 ഫയൽ വേണം. അത്രയും സർട്ടിഫിക്കറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നമുക്കത് സന്തോഷം നൽകിയിട്ടില്ല. സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണം വന്നുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് LIC ഇൻഷുറൻസ് ചെയ്യുന്ന സമയത്ത് സന്തോഷം കിട്ടുന്നുണ്ടോ? അത് ഞാൻ ചെയ്തു തുടങ്ങുന്നുള്ളൂ. പക്ഷെ ചിലപ്പോ ഇന്നർ ചൈൽഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള കാര്യങ്ങൾ അത് കൊണ്ടായിരിക്കാം എങ്ങനെയാണെന്ന് ഒരു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടെൻഷനാണ്. തന്നെ ഈ ഒരു കൺഫ്യൂഷൻ വന്ന സമയത്ത് ഞാൻ എൻ്റെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്തു. അതിന് എനിക്ക് മനസ്സിലായി സത്യത്തിൽ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആകേണ്ട വ്യക്തിയൊന്നും അല്ല. കാരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്തുകൊണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ പറഞ്ഞു, നീയാണ് ആദ്യത്തെ നമ്മളെ കുടുംബത്തിലെ എഞ്ചിനീയർ, നീയാണെന്ന് പറഞ്ഞു. ഓ ഞാനാണ്, അങ്ങനെ ഞാനായി. പക്ഷെ ഞാൻ ആർക്കോ വേണ്ടിയായി. ഓക്കെ, ആർക്കോ വേണ്ടി എന്തിനു വേണ്ടിയായി. അതുകൊണ്ടാണ് ഈ ഒരു ഹീലിംഗ്. അതായത് നമ്മൾ ആരാണ്, നമ്മുടെ ട്രൂ സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും സക്സസ് ഉണ്ടാകുകയുള്ളൂ. എല്ലാത്തോടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും. അയ്യോ ഞാൻ എഞ്ചിനീയറാണ്, ഇത്ര വിദ്യാഭ്യാസമുണ്ട്, നാട്ടുകാരെന്ത് ചിന്തിക്കും, വീട്ടുകാരെന്ത് ചിന്തിക്കും, ഫ്രണ്ട്സ് എന്ത് ചിന്തിക്കും, ഇങ്ങനെ ജീവിക്കും. പിന്നെ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യുന്ന ആൾക്കാർ എന്തും ചിന്തിക്കട്ടെ, എന്നെ സംബന്ധിച്ചത് ഞാനില്ലേ, എൻ്റെ സന്തോഷമില്ല, ആ ലെവലിലേക്ക് നമ്മൾ മാറും. അത് ഇതിന്നാണ് ഇപ്പൊ എനിക്ക് ക്യാഷ് കിട്ടുന്നത്. എനിക്കിപ്പോ പൈസ ആവശ്യമാണ്. അപ്പൊ എനിക്ക് ഈ ഒരു വഴിയിൽ നിന്നാണ് എനിക്ക് പൈസ നിങ്ങളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാഷനെ കണ്ടെത്തുന്നത് മാത്രമാണ്. പണ്ട് ഞാൻ ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടതെല്ലാം വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ആ പൈസ കിട്ടുന്നത് നമുക്ക് അത്ര പൈസയൊന്നും കിട്ടാറില്ല. എന്നാൽ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയ ശേഷം പണം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, റിസൾട്ട് അത്രയും ആൾക്കാർക്ക് അത്രയും റിസൾട്ട് ഉണ്ട്. ഇപ്പം തന്നെ ഇന്ന് തന്നെ ഒരു സക്സസ് സ്റ്റോറി ഒരു വർണ്ണ എന്ന് പറഞ്ഞ ആൾ ഷെയർ ചെയ്തു. അവർ ഗവൺമെൻറ് ജോലി കിട്ടി. അങ്ങനെ കുറേ സക്സസ് സ്റ്റോറീസ് ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ല. ഇപ്പം ഡോക്ടർ അശ്വിനി അദ്ദേഹം നമ്മളെ ഹീലിംഗ് ക്ലാസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയും ഉണ്ട്. ഇതെല്ലാം തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ, അച്ഛൻ, ഇതെല്ലാം നമ്മളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ എന്തായാലും ഹീലിംഗ് ചെയ്യുക. നമ്മളെ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ചെയ്യുക. ബാക്കിയുള്ള പെയ്ഡ് മറ്റ് ക്ലാസ്സുകൾ വരുന്ന സമയത്ത് അറിയിക്കും. നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ചെയ്തു കേട്ടോ. അതായത് എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസ്സുമായിട്ട് നമ്മൾ നാളെ തുടങ്ങുന്ന ക്ലാസ് എന്ന് വെച്ചാൽ വാട്സപ്പിൽ റെക്കോർഡാണ്. നിങ്ങൾ ഫ്രീ ടൈമിൽ പങ്കെടുക്കുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും വാട്സപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാകുന്ന സമയത്ത് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം തന്നെ ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്നതനുസരിച്ച് നമ്മളെ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയി മാറും. പഠിച്ച ട്രേഡിൽ ഒരിക്കലും ജോലി കിട്ടിയെന്ന് വരില്ല. എന്താണ്? പഠിച്ച ട്രേഡിൽ ഒരിക്കലും ജോലി കിട്ടിയെന്ന് വരില്ല. അതെ, അത് ഒരു റീസൺ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം വരെ തെറ്റാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അനലറ്റിക് ആൻഡ് ലോജിക്കൽ ഇന്റലിജൻസിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തത്. പലർക്കും നാച്ചുറൽ ഇന്റലിജൻസ് ഉണ്ട്, ചിലർക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും. വേറെ, ജോലി കിട്ടിയത് വേറെ, പ്രൊമോഷൻ കിട്ടിയത് വേറെ, റിട്ടയർ ആയത് വന്നത് വേറെ. അതെ, അതാണ് സത്യം. അതാണ് നമ്മൾ ബി വിത്ത് ദ ഫ്ലോ എന്ന് പറയും, ഒഴുക്കിനനുസരിച്ച് നീങ്ങുക. പക്ഷെ ഒഴുക്ക് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒഴുക്കിനനുസരിച്ച് നീങ്ങാൻ സാധിക്കുക. ഇപ്പം ഞാൻ തന്നെ ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്ത് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി. കാരണം എനിക്ക് കുട്ടിക്കാലത്ത് ഏറ്റവും ഹാപ്പിനെസ് നൽകിയ മറ്റുള്ളവർ സംസാരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ബുക്ക് സ്പിരിച്വൽ ബുക്സ്, അങ്ങനത്തെ ബുക്സ് എല്ലാം വായിക്കുന്നതാണ്. ഞാൻ നോവൽസ് വായിക്കാറില്ല. കാരണം എന്താണ്, ഞാൻ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസിൻ്റെ കൂടുതൽ എൻ്റെ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ഇപ്പം നിങ്ങളായി സംസാരിക്കുന്നതാണ് എനിക്ക് താല്പര്യം. അതിന് ആ ഇൻ്റലിജൻസ് ആണെന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് കൺസൾട്ടേഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, ആൾക്കാരുടെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിൽ നമ്മൾ ആരാണ്, ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഷോ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് ഷോ ചെയ്യാതിരിക്കുക. നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ എന്താണ്, അല്ലെ എൻ്റെ വീക്ക്നെസ് എന്താണ്. അന്നേരം ഉത്തരം തനിയെ വന്നോളൂ. മറ്റുള്ളവർ കാണാൻ ജീവിച്ചിട്ട് കാര്യമില്ല, നമ്മളാവാൻ വേണ്ടി നമ്മൾ ജീവിക്കണം. അതെ, കറക്റ്റായിട്ട് അതാ പറഞ്ഞത്. കറക്റ്റായിട്ട് നമ്മൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയായിട്ട് ആരും മാറില്ല. അതെ, ഓക്കെ. എന്തായാലും ഏകദേശം 1 മണിക്കൂറാണ് ഞാൻ ചിന്തിച്ചത്. ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ല ഇൻഫർമേഷൻ കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി. നാളെ രാവിലെ 5-നും 6-നും ഇടയിൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. എല്ലാവർക്കും വീണ്ടും നന്ദി പറയണം. ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. Thank you, sir. Thank you so much. എല്ലാവർക്കും ബൈ.